പറയുന്ന കേൾക്കാൻ പറ്റുന്നുണ്ടോടാ? ഒന്ന് റിയാക്ട് ചെയ്തേ. ഹലോ 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 ഹായ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്. എടാ എന്തൊക്കെയാടാ വർത്താനം? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മോഡൽ എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? ചെറിയ ചെറിയ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാലോ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാലോ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒന്ന് ഇറങ്ങിച്ചെല്ലാന്ന് വിചാരിച്ചു. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഹലോ ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു എഡ്യൂപോർട്ട്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ ലൈവ്. ഓക്കെ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, ഇന്നത്തെ കാര്യപരിപാടി എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഓക്കെ ഓക്കെ. മോഡൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് അറിയിച്ചുകൊണ്ട് അതിനുശേഷം നമുക്ക് സമാധാനത്തിൽ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമുക്ക് ഒരു ധൃതിയില്ല. നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു യൂണിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കഴിഞ്ഞ ലൈവ് എടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നല്ലേ, ഒരു വർഷം മൊത്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് നമ്മൾ ആ കുറഞ്ഞ സമയം കൊണ്ടൊന്ന് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തെടുത്തത്. സോ ഗ്രാമർ പോർഷനിൽ നിങ്ങൾക്ക് അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്കറിയില്ല, നിങ്ങൾ പറ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ ഗ്രാമറിന് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വളരെ കുറഞ്ഞ മാർക്കിനേ ഉള്ളൂ. നമ്മളത് ഗ്രാമറിന് ഒരു ഡെഡിക്കേറ്റഡ് ലൈവ് ചെയ്തിരുന്നു. അത് തന്നെ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഇൻസൈറ്റ് കിട്ടും. എന്തൊക്കെയാണ് റെഡിയാക്കാനുള്ളത്, എവിടേക്കാണ് എനിക്ക് ഇനി പ്രശ്നമായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷെ പ്രശ്നമായിട്ട് വരുന്നില്ലേ, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസറുകൾ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കല്ലേ. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒറ്റ കാരണമല്ല, രണ്ട് കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് അറിയില്ല. നമ്മൾ തലേ ദിവസത്തെ ലൈവ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലേ ദിവസം എക്സാമിന്റെ തലേ ദിവസം നമ്മൾ ലൈവ് കേട്ടാൽ മാക്സിമം ഇല്ലേ അതിന്റെ പെരിഫറി ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ചാപ്റ്ററിൽ വരുന്നത് എന്നുള്ള, ഇനിയിപ്പോൾ അതൊരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കഥയായിട്ട് വരുന്നത്, ഇനി ഒരു പോയം ആണെങ്കിൽ അതിന്റെ ഒരു കോർ തീം എന്താണെന്ന് മാത്രമേ, അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതിൽ സംസാരിക്കുന്ന തീമുകളും, അതിൽ സംസാരിക്കുന്ന ഐഡിയാസും, അതിൽ സംസാരിക്കുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിയാനുള്ളതും അത് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു ലിമിറ്റേഷൻ എപ്പോഴുണ്ട്, തലേ ദിവസം പഠിച്ചു പോയാലുള്ള ഒരു പ്രശ്നമുണ്ട്. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. സോ റൈറ്റിംഗ് പ്രാക്ടീസ് എഴുതുന്ന സമയത്തും നമുക്ക് ആ എഴുതുന്ന സമയത്ത് എന്തൊക്കെ പോയിന്റ്സ് അതിൽ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പൊതുവായ ധാരണ വേണം. ഇന്ന് നമ്മളില്ലേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കും. ആ ക്വസ്റ്റ്യൻസിൽ തന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ആ ചാപ്റ്ററിൽ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാലിഡ് പോയിന്റ്സ് നമ്മൾ നോക്കും. സാർ മോഡൽ ക്വസ്റ്റ്യൻസ് ടഫ് ആയിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ഡിഫറെന്റ് ഉണ്ട്. അതെ, നമ്മൾ എപ്പോഴും ഇല്ലേ സ്ഥിരമായിട്ട് നിങ്ങൾ +1 +2 പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്, നമ്മൾ വിചാരിക്കാത്ത ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരാം. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പ്രശ്നം എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ പോകുകയാണെന്നുണ്ടെങ്കിലോ, അല്ല നിങ്ങൾ ഇനി ലൈവ് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വളരെ എംഫസിസ് കൊടുക്കുന്ന ഒരു സാധനമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകുന്ന ഒരാൾക്കല്ലേ ഇങ്ങനെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതായിരിക്കും വരിക എന്നുള്ളത് നമ്മളൊരു മുൻധാരണയിൽ പോയി എക്സാം എഴുതും. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരിക. സോ പാറ്റേണിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ മാറാത്ത ഒരേ ഒരു സാധനം എന്ന് പറയുന്നത്, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു കീ ടേക്ക് അവേ ഉണ്ട്. അയ്യോ ഓക്കെ, എന്റെ ടേക്ക് അവേ ഇപ്പൊ പോയി. സോ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു കീ ടേക്ക് അവേ ഉണ്ട്, അതൊരിക്കലും മാറൂല. ആ ചാപ്റ്ററിന്റെ തീം എന്ന് പറയുന്നത് അതൊരിക്കലും മാറൂല. ഇതിനെ കുറിച്ച് നല്ലൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയാൽ
ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് അങ്ങോട്ട് വന്നോളൂ. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റൈറ്റിംഗ് പ്രാക്ടീസ് ആണ് മക്കളെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിനെ സേവ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് എക്സാമിന് നമുക്ക് നല്ല മാർക്ക് വാങ്ങി തരുന്നത് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. സോ എന്തെങ്കിലും വലിച്ചു വാരി എഴുതുന്നതോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം. സോ ക്വാളിറ്റി ഉണ്ടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ക്വാളിറ്റി ആൻസറിൽ വരേണ്ടത് എന്നുള്ളത് അറിയണം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ സംസാരിക്കുന്നത് ക്ലിയർ ആണോ? സംസാരിക്കുന്നത് ക്ലിയർ ആണോടാ മോനെ? ഓക്കെ 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 ഓക്കെ. മോഡൽ എക്സാം എഴുതുന്ന മോഡൽ എക്സാം ടഫ് ആയിരുന്നെങ്കിൽ പബ്ലിക് എക്സാം ഈസി ആകും. എടാ ഇങ്ങനൊന്നും നമ്മൾ ജഡ്ജ് ചെയ്ത് കേട്ടോ. മോഡൽ എക്സാം ഈസി ആയതുകൊണ്ട് മോഡൽ എക്സാം ടഫ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒരു പാറ്റേണും ഇല്ല. ചിലപ്പോൾ ഇതിനേക്കാളും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകണല്ലേ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള കോർ കൺസെപ്റ്റ് എന്താണ്, ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫണ്ടമെന്റലി അറിഞ്ഞിരിക്കണം എന്നുള്ളത് കുറച്ചുകൂടി ഇൻഡെപ്തിൽ. തലേ ദിവസത്തെ പോലെയല്ല നമ്മൾ ഓടിച്ച് എവിടെയെങ്കിലും എത്താൻ വേണ്ടി ഓടൊന്നല്ല ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ സൂക്ഷ്മത എത്രത്തോളം കെയർഫുൾ ആയിട്ട് നമ്മൾ പഠിക്കണോ അത് അർഹിക്കുന്ന കെയർഫുൾനെസ്സോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ യൂണിറ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ യൂണിറ്റിന്റെ പേര് ശ്രദ്ധിച്ചോ നിങ്ങൾ, ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ്. ഗ്ലിംസസ് എന്ന് വെച്ചാൽ ഒരു മിന്നായ കാഴ്ചകളാണ്. എന്തിന്റെ മിന്നായ കാഴ്ചകളാണ്? ഗ്രേറ്റ്നെസിന്റെ മിന്നായ കാഴ്ചകളാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. എന്ന് വെച്ചാൽ മഹത്വത്തിനെ കുറിച്ച് സംസാരിക്കുന്ന, ഗ്രേറ്റ്നെസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു 4 കിടിലൻ ചാപ്റ്റേഴ്സ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. സോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്റെ ടോണിൽ ചെറിയൊരു മാറ്റമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ തലേ ദിവസം കേട്ട സമയത്ത് ഞാൻ വെറുതെ വായിട്ട് അലക്കുന്നുണ്ടായിരുന്നു, ബഹളം വെക്കുന്നുണ്ടായിരുന്നു, വളരെ പെട്ടെന്ന് ക്ലാസ് എടുത്ത് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു എൻവയൺമെന്റ് ആവശ്യം ഇവിടെ ഇല്ല. അവിടെ നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പരമാവധി ഞാൻ കയ്യും കാലും കലാശമൊക്കെ ഇട്ട് വളരെ പെട്ടെന്ന് എടുത്തു തീർക്കണമായിരുന്നു. കാരണം നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ആ ഒരു സമയത്തിനുള്ളിൽ ടൈം ബൗണ്ടഡ് ആയിട്ട് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഫിറോസ്ക പറഞ്ഞ പോലെ ഇന്നത്തെ പരിപാടി അതല്ല. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ സമാധാനത്തിൽ ആ ചാപ്റ്ററുകളെ കുറിച്ച് വളരെ ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. സോ ഇന്നത്തെ അജണ്ടയിലേക്ക് നമുക്ക് കയറി പോവാലോ. സാറ് നാട്ടിലേക്ക് പോണില്ലേ? നാട്ടിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടടി, പോവാം. ഓക്കെ, നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്, ചെറുകഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. എഴുതിയ അദ്ദേഹത്തിന്റെ പേരാണ് ലയം ഓഫ് ലഹേർട്ടി, ഐറിഷ് നോവലിസ്റ്റ് ആണ്. ഈ മാലപ്പാട്ട് ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും അല്ലേ, ഇദ്ദേഹം ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണെന്ന് നമുക്ക് നമ്മുടെ ഉത്തരങ്ങളിൽ മെൻഷൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ആൻസറുകളിൽ മെൻഷൻ ചെയ്യാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമാണ്. അതൊരു ഇംപ്രസീവ് ആൻസറിലേക്ക് കൊണ്ടുതരും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് എന്തു തരം ഷോർട്ട് സ്റ്റോറി ആണെന്ന് നമ്മൾ മനസ്സിലാക്കട്ടെ. ഇതൊരു ഇൻസ്പിറേഷണൽ ഷോർട്ട് സ്റ്റോറിയാണ്, നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇനി ഇത് എവിടെയാണ് നടക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, ഇതൊരു ഐറിഷ് സീ കോസ്റ്റിലാണ്, ഒരു അയർലൻഡിൽ ഒരു കടൽ തീരത്താണ് ഇത് നടക്കുന്നത്. ഇനി ആരാണ് നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ അതൊരു യങ് സീകളാണ്. സോ ഒരു യങ് സീകളുടെ കഥയാണ്, നടക്കുന്നത് ഒരു ഐറിഷ് സീ കോസ്റ്റിലാണ്. നമ്മുടെ കഥ എന്ന് പറയുന്നത് ഒരു ഇൻസ്പിറേഷണൽ ഷോർട്ട് സ്റ്റോറിയാണ്. ഇനി എന്താ അറിയേണ്ടത്? ഇനി കഥയിൽ എന്താ നടക്കേണ്ടതെന്ന് അറിയില്ലേ? എടാ നമുക്കറിയാലോ, ഒരു ബേർഡ് എപ്പോഴാണ് അതിന്റെ കംപ്ലീറ്റ് ഫ്രീഡം അറ്റൈൻ ചെയ്യുന്നത്? എന്താ? ഓൺലി വെൻ ഇറ്റ് സക്സീഡ് ഇൻ ഫ്ലൈങ്. അത് പറക്കാൻ പഠിക്കുന്ന സമയത്ത് ആ ബേർഡ് അത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ലൈഫ് സൈക്കിൾ അത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു ബേർഡിനെ ബേർഡായിട്ട്, പലപ്പോഴും എല്ലാ ബേർഡ്സും പറക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പലപ്പോഴും നമ്മൾ അതിനെ ഒരു ബേർഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് അതിന്റെ ഒരു ഫ്ലൈങ് എന്ന് പറയുന്നത് അത് സക്സീഡ് ചെയ്യുമ്പോഴല്ലേ. നമ്മുടെ കഥ പറഞ്ഞു തരുന്നത് ഒരു യങ് സീകൾ, നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള യങ് സീകൾ who's afraid for his first flight and how did he overcome that fear. ആ പേടിനെ എങ്ങനെ മാറ്റിയെടുത്തു നമ്മുടെ സെൻട്രൽ ക്യാരക്ടർ ആയിട്ടുള്ള യങ് സീകളിന് പറക്കാൻ പേടിയാണ്. സോ ആ പേടിനെ എങ്ങനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ നമ്മുടെ കഥ. ഓക്കെ, സോ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ യങ് സീകൾ പറക്കാൻ പഠിച്ചിട്ടില്ല, പക്ഷേ ഹിസ് സിബ്ലിങ്സ് ഹാവ് ലേൺ ടു ഫ്ലൈ. നമ്മുടെ യങ് സീകൾ പറക്കാൻ പഠിച്ചിട്ടില്ല, പക്ഷെ സിബ്ലിങ്സ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആണ്. സ്വയമേ ഒരു വിശ്വാസമില്ല. നമുക്കൊക്കെ ഉള്ള പോലെ തന്നെ നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാം നമ്മൾ വിചാരിച്ച ഒരു മാർക്ക് എത്തുവോ ഇല്ലേ എന്നൊക്കെ ഉള്ള ഒരു പേടിയില്ലേ, നമുക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മയില്ലേ, അതിനെയാണ് നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്. മറ്റൊരു പുള്ളിക്കാരന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഒരുപാട് ഡിസ്ട്രക്റ്റീവ് തോട്ട്സ്.
നമുക്കും ആ ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ പഠിച്ചതൊക്കെ നമുക്ക് ഉത്തരം എഴുതുമ്പോൾ വരുമോ, ഇത് ഉത്തരം പഠിച്ചു പോയതൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യോ, ഇതൊക്കെ ഓർമ്മ വരുമോ എന്നുള്ളതൊക്കെ അതൊരു ഡിസ്ട്രക്റ്റീവ് തോട്ടാണ്. ഇവിടെ നമ്മുടെ പുള്ളിക്കാരന്റെ ഡിസ്ട്രക്റ്റീവ് തോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഹിസ് വിങ്സ് വിൽ നോട്ട് സപ്പോർട്ട് ഹിം ഇഫ് ഹി അറ്റംപ്റ്റ്സ് ഫോർ എ ഫ്ലൈറ്റ്. പറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഉത്തരം എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരങ്ങൾ വരുമോ എന്നുള്ളത് പോലെ തന്നെ പുള്ളിക്കാരന്റെ പേടി എന്ന് പറയുന്നത് ഞാൻ പറന്നു കഴിഞ്ഞാൽ എൻ്റെ ചിറകുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന സമയത്ത്, നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ലോക്കായി പോകുന്ന സമയത്ത്, ഇങ്ങനെ കാര്യങ്ങളിൽ ബ്ലോക്കായി പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ഹെൽപ്പ് ചെയ്യുന്നത് ആരാടാ? നമ്മുടെ പാരൻസ് അല്ലേ? സോ നമ്മുടെ പാരൻസ്, നമ്മുടെ പുള്ളിക്കാരന്റെ പാരൻസ് പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യാൻ നോക്കി, യങ്സികളെ കൺവിൻസ് ചെയ്യാൻ നോക്കി, സ്കോൾഡ് ചെയ്യാൻ നോക്കി, എന്ന് വെച്ചാൽ ചീത്ത പറയാൻ നോക്കി. എന്നിട്ടും നടക്കാത്തതുകൊണ്ട് അവര് ത്രെറ്റൻ ചെയ്യാൻ നോക്കി. ഈ ഓറഞ്ച് കളറിലുള്ളതൊക്കെ സൂക്ഷിച്ചു വെച്ചോട്ടെ, ഈ വേർഡ്സ് ഒക്കെ നമുക്ക് എടുത്ത് പെരുമാറാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് രീതിയിൽ കൊടുത്തത്. വെറുതെ പോയിന്റ്സ് മാത്രം എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കില്ല. ചിലപ്പോൾ ആ പോയിന്റുകൾ എങ്ങനെ ഉത്തരമാക്കി എഴുതാം എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ? അതിനുകൂടിയാണ് ഞാൻ രണ്ടും കൂടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിലുള്ള ഏറ്റവും കോർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഈ ഓറഞ്ച് കളറിൽ ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. അത്രയെങ്കിലും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതിന് എങ്ങനെ ഉത്തരമാക്കി എഴുതാന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ കൂടെയാണ് ഞാൻ രണ്ടും കൂടെ കൊടുത്തിരുന്നത്. ആ ബ്ലാക്ക് കളറിലുള്ള ടെക്സ്റ്റ് കൂടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സ്കോൾഡ് ചെയ്തു, ത്രെറ്റൻ ചെയ്തു, കാര്യമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞു. ഹൗഎവർ ഹിസ് പാരന്റ്സ് ട്രൈഡ് വാട്ട് എവർ ദേ കുഡ് ടു മേക്ക് ഹിം ഫ്ലൈ. ദേ കുഡന്റ് സക്സീഡ്. അവർ പഠിച്ച പണി 18 നോക്കി, ഒരു കാര്യം ഉണ്ടായില്ല. ഓക്കെ, സോ ദ യങ് സീഗൾ ഫെൽറ്റ് ജെലസ് സീയിങ് ഹിസ് സിബ്ലിങ്സ്. നമ്മുടെ ഈ യങ് സീഗൾ ഒരു ലെഡ്ജിൽ ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കാണുകയാണ്. അറ്റ് ദ സെയിം ടൈം ഹിസ് സിബ്ലിങ്സ് ഹാവ് ഓൾറെഡി ലേൺ ടു ഫ്ലൈ ആൻഡ് ദേ ആർ പെർഫെക്റ്റിംഗ് ദ ആർട്ട് ഓഫ് ഫ്ലൈങ്. ആ പറക്കുന്നതിന്റെ ഒരു ആർട്ടിലെ അതിനെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരതിനെ ഒന്നും കൂടെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ യങ് സീഗൾ ഇവിടെ പുക പോയി കിളി പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ കണ്ടത് എന്താന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സ്ട്രഗിൾ ചെയ്യുന്നതാണ്. ഇൻ എ വേ ഹിസ് പാരന്റ്സ് wanted him to feel jealous since they thought it's the only way left to bring him out of his fear. അവന്റെ പേടി മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ജലസ് ആയിട്ട് കാര്യമുള്ളൂ. എന്നെങ്കിൽ മാത്രമേ അവന്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് ആ ലെഡ്ജിന്റെ മുകളിൽ നിന്ന് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുള്ളൂ എന്നാ പറഞ്ഞത്. They knew clearly what would happen if a bird doesn't fly. Birds are born to fly. If the young seagull did not have the courage to do, he would be a failure. So ഒരു ബേർഡ് ഫെയിലർ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് അതിന്റെ സർവൈവലിനെ ബാധിക്കും, അത് ചത്തുപോകും. ഓക്കെ, സോ ബേർഡ് ഇവിടെ ആക്ച്വലി ഇല്ലേ, നമ്മളൊന്ന് സിംബലൈസ് ചെയ്യാണ്. നമ്മുടെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ അപ്ലിക്കബിൾ ആണ്. എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത് തന്നെ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. പലപ്പോൾ നമുക്കൊരു ഡിസ്ട്രക്റ്റീവ് തോട്ട് ഉണ്ടാവില്ലേ? നമ്മൾ ഉത്തരങ്ങൾ പഠിച്ചു വെച്ചതൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് വേണ്ട പോലെ എഴുതാൻ വേണ്ടി പറ്റുമെന്നുള്ള ഒരു പേടി ഉണ്ടാവില്ലേ? അതിനെയാണ് സംഭവം. നമ്മുടെ ബേർഡിനും അതിനെയാണ് പേടി. ഓക്കെ, ടൈം വെന്റ് ബൈ ആൻഡ് നൗ ഇറ്റ്സ് ഈവനിങ്. ഹി വാസ് സ്റ്റാർവിംഗ് ടു ഡെത്ത്. ചത്തു പോകേണ്ട ഒരു അവസ്ഥയായി. ഇതുവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പുള്ളിക്കാരൻ ലെഡ്ജിൽ അങ്ങനെ ഇരുന്ന് തപസിരിക്കുകയാണ്. Instead of showing courage and be ready for his first flight, he was constantly thinking of a way to reach his parents without flying. പറക്കാതെ എങ്ങനെയെങ്കിലും തന്റെ പാരന്റ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് അപ്പോഴും നമ്മുടെ യങ് സീകൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ ഒരു ഡീപ്പ് ക്രാക്ക് ഉണ്ട്. നമ്മുടെ പുള്ളിക്കാരൻ ഇരിക്കുന്ന ആ ലെഡ്ജും പാരന്റ്സ് നിൽക്കുന്ന ഇപ്പോഴത്തെ സ്ഥലവും തമ്മിൽ ഒരു ഡീപ്പ് ക്രാക്ക് ഉണ്ട്. അത് തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ ഇവിടെ നമ്മുടെ പാരന്റ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനാണ് പുള്ളിക്കാരൻ കുറെ കോപ്രായങ്ങളൊക്കെ കാണിച്ചു നോക്കി. എങ്ങനെയെങ്കിലും പാരന്റ്സിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്താൽ അവരിങ്ങോട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ അതും നടന്നില്ല. ബട്ട് നോ വൺ കെയർഡ് ആക്ച്വലി. പട്ടി വില കൊടുത്തു, ആർക്കും അവന് ഒരു വിലയും കൊടുത്തില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കേസുകളിലൂടെ നമ്മളെ വീട്ടുകളിലെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അത് ആലോചിക്കാനുള്ളൂ. നമ്മുടെ വീടുകളിലെ നമ്മൾ ഒരാൾ മൈൻഡാക്കാത്ത സമയത്തും നമ്മൾ ആകെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായിരിക്കും അല്ലെ. സോ ഇവിടെ അതുപോലെ ഒരു സീൻ ഉണ്ട്. ബട്ട് ഹിസ് മദർ വാസ് ദി ഓൺലി വൺ ഹു സ്റ്റിൽ വറീഡ്. പുള്ളിക്കാരനെ കുറിച്ച് ആകെ വറീഡ് ആയതുള്ളത് നമ്മുടെ യങ്സികളുടെ അമ്മയാണ്. സോ അമ്മ എന്ത് ചെയ്തു എന്നാണ്, അമ്മ കുറച്ച് കുശാകര ബുദ്ധിയുള്ള ഒരാളാണ്. അമ്മ എന്ത് ചെയ്തു? സോ ഷീ ട്രൈ ടു ടെംപ്റ്റ് ദ യങ്സികൾ ഷോയിങ് ഹിം ഫുഡ്. ഭക്ഷണം കാണിച്ചുകൊണ്ട് അവനൊന്ന് ടെംപ്റ്റ് ചെയ്തു. നേരത്തെ ജലസി വർക്ക്ഔട്ട് ചെയ്ത് നോക്കി, പക്ഷെ കാര്യം ഉണ്ടായില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്തു എന്ന് അറിയാം? ടു ഹിസ് സർപ്രൈസ് ഹി സോ ഹിസ് മദർ pick up a piece of fish and fly towards him. അവൻ ഇരിക്കുന്നിടത്തേക്കില്ലേ ഒരു കഷ്ണം മീനിനെ കൊത്തി പിടിച്ചുകൊണ്ട് അമ്മ കടന്നു വരികയാണ്. ഇവിടെയാണ് നമ്മുടെ കഥയിലുള്ള ട്വിസ്റ്റ് സംഭവിക്കുന്നത്. But there comes a twist in the story. As she came near to the rock, she halted. അതായത് ഇവിടെ നമ്മുടെ ആളല്ലേ 24 മണിക്കൂറായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവൻ ഈ അമ്മ വരുന്നത് കാത്തിരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ആ എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്.
ആ സമയത്തില്ലേ ഭക്ഷണം കൊണ്ട് ഇവിടെ അടുത്തെത്തുന്ന സമയത്തില്ലേ അമ്മ ഇങ്ങോട്ട് പുറകിലേക്ക് മാറി. ഷീ halted. He unknowingly dived at the food and he fell into the open space. അവൻ അറിയാതെ ആ ഒരു ആർത്തി കാരണം അങ്ങനെ എയറിലേക്ക് എടുത്ത് ചാടി അവൻ എയറിലേക്ക് അങ്ങോട്ട് താഴേക്ക് പോയി എന്നാ പറയുന്നത്. പക്ഷേ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ട്വിസ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ he was terrified but fear didn't last long. By an inner instinct he spread his wings outwards and started flying. He was so happy he howled with joy. എടാ നമ്മൾക്ക് അല്ലേ പറക്കാൻ പറ്റുന്നത്, നമുക്കല്ല ബേർഡ്സിന് പറക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിന് അവർ കൂടുതലായിട്ട് പിന്നെ ഒരു ട്യൂഷൻ ക്ലാസ്സിന് പോകേണ്ട ഒരു യൂട്യൂബ് ട്യൂട്ടോറിയൽ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവർക്ക് ഒരു ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ജസ്റ്റ് ലൈക്ക് നമുക്ക് എക്സാം എഴുതാനുള്ളത്, നമുക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളത്, നമുക്കൊരു കാര്യം ലേൺ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതിനൊരു ആവശ്യമില്ല. അവിടെ നമ്മളെ ബ്ലോക്ക് ചെയ്തിരുന്നത് നമ്മുടെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആയിരുന്നു. നമുക്ക് ഒരു ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് പറ്റാതിരുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ ബേർഡിനും അത് പറ്റിയില്ല. ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് തോട്ട് കാരണം. സോ പുള്ളിക്കാരൻ പറക്കാൻ പഠിച്ചു, പുള്ളിക്കാരൻ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാനൊക്കെ പഠിച്ചു. അതാണ് നമ്മുടെ കഥയിൽ അവസാനം അൾട്ടിമേറ്റ്ലി പറയുന്നത്. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടതാ ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റോറിയുടെ തീം എന്താണെന്നുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ തീം പഠിക്കുന്നത്? ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ എന്താണെന്ന് അറിയോ, നമ്മൾ ഏതൊരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ കോർ തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ കോർ തീമിൽ നിന്നായിരിക്കും നമുക്കൊരു റൈറ്റപ്പ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്, പാരഗ്രാഫ് റൈറ്റിംഗ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ബേസിക്കലി ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും വരുന്നത് ഇങ്ങനെയുള്ള തീം ബേസ്ഡ് ആയിരിക്കും വരിക. സോ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മെയിനായിട്ട് 2 തീമുകളാണ്. ഇത് 2023 നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് 2 തീമുകൾ എടുക്കാം. ഒന്ന് ഓവർകമ്മിങ് ഫിയർ ആണ്. പേടിയെ നമുക്ക് തരണം ചെയ്താൽ നമുക്ക് വരുന്ന മാറ്റങ്ങൾ, നമുക്ക് അത് നമ്മുടെ സ്റ്റോറിയിൽ തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് ഓൾറെഡി ഉണ്ട് ആ കഴിവുകളൊക്കെ. പക്ഷെ നമ്മൾ നമ്മുടെ പേടിയെ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ട്രൂ എബിലിറ്റീസും ട്രൂ ടാലൻസിനെയും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനെ എങ്ങനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം? നമ്മുടെ ചാപ്റ്ററിൽ നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള യങ്സികൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എന്തായാലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോ, ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ 2 തീം ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്ന് ഓവർകമ്മിങ് ഫിയറും ഒന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലിയും. ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ കഥ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ ലെറ്റ്സ് സേ ആ ഒരു യങ് സീകൾ എന്ന് പറയുന്നത് ഒരു അനാഥയായിട്ടുള്ള ഒരു ഓർഫൻ ആയിട്ടുള്ള ഒരു യങ് സീകളായിരുന്നു. വേറെ ആരും തിരിഞ്ഞു നോക്കാനല്ല, അമ്മയില്ല, സിബ്ലിങ്സ് ഇല്ല, ഫാദർ ഇല്ല, ആരുമില്ല. ആ ലെഡ്ജിൽ വെച്ചിട്ട് നമ്മുടെ യങ് സീകൾ ചത്തുപോയിരുന്നു. ഇവിടെ അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ളത് കൊണ്ടും അമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ അവിടെ സ്റ്റിൽ വറീഡ് ആയതുകൊണ്ടും ആ അമ്മ ഒരു എഫേർട്ട് എടുത്തുകൊണ്ടുമാണ് നമ്മുടെ യങ് സീകളിന് ആ പേടിയിൽ നിന്ന് തരണം ചെയ്യാൻ വേണ്ടി വന്നത്, ആ ഒരു ഇന്നർ ഇൻസ്റ്റിങ്ക്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയത്. സോ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മുടെ റൈറ്റപ്പ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ തീം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ വരണം. ഓക്കെ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാലോ. ഇതിലുള്ള യങ്സികളുടെ മെയിൻ ക്രൈസിസ് എന്തായിരുന്നു? പുള്ളിക്കാരന്റെ മെയിൻ ക്രൈസിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പേടിയായിരുന്നു, ഫിയർ ആയിരുന്നു. ആ ഫിയറിനെ ഓവർകം ചെയ്തത് കൊണ്ടാണ് പുള്ളിക്കാരന്റെ ആ ഒരു എന്താ പറയുക പറക്കാൻ പറ്റായ്മയിൽ നിന്നും ആ ഒരു പ്രശ്നത്തിൽ നിന്നും പുള്ളി ഓവർകം ചെയ്തത്. സോ ഇവിടെ അല്ലേ പുള്ളിക്കാരൻ എപ്പോഴും അവന്റെ നെഗറ്റീവ്സിനെ ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. തനിക്കുള്ള കുറവുകൾ മാത്രമേ കുറിച്ച് അവൻ ആലോചിച്ചിട്ടുള്ളൂ. അവന്റെ ക്വാളിറ്റീസിനെ കുറിച്ചോ എബിലിറ്റീസിനെ കുറിച്ചോ അതിനത്ര ഹൈലൈറ്റ് ചെയ്തില്ല. അവനെ കമ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവന്റെ സിബ്ലിങ്സ് ഒക്കെ ഓൾറെഡി അവിടെ പറക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ കമ്പയർസ് ഹിംസെൽഫ് വിത്ത് ഹിസ് സിബ്ലിങ്സ്. സോ അവന്റെ പേടി എന്ന് പറയുന്നത് ഫെയിലിയറിനെ കുറിച്ചുള്ള ഒരു പേടിയായിരുന്നു. താൻ തോറ്റു പോകുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് അവൻ ജഡ്ജ്മെന്റൽ ആയിരുന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു ജഡ്ജ്മെന്റ്? ഹി ഹാസ് ഫോംഡ് എ വിഷൻ ദാറ്റ് ഹിസ് വിങ്സ് വിൽ നോട്ട് സപ്പോർട്ട് ഹിം ടു ഫ്ലൈ. അവൻ പറന്നു കഴിഞ്ഞാൽ തന്റെ ചിറകുകൾ തന്നെ സപ്പോർട്ട് ചെയ്യോ എന്നുള്ള യാതൊരു തരത്തിലുള്ള സ്വയം ഒരു വിശ്വാസം ആർക്കുണ്ടായിരുന്നില്ല, നമ്മുടെ യങ്സികൾ ഉണ്ടായിരുന്നു. ഹി ഈസ് നോട്ട് വില്ലിംഗ് ടു ട്രൈ. നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ തരം പ്രശ്നങ്ങൾക്കും നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചില്ല എന്ന് പറയാ, അതല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല ചെയ്യാൻ. നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സാറേ, എനിക്ക് ഇവിടെ എഴുതാൻ ഉത്തരങ്ങളൊന്നും വരുന്നില്ല, പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കീപ്പ് ഓൺ ട്രൈ എന്നുള്ളതാണ് നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു ഒറ്റമൂലി എന്ന് പറയുന്നത്. നമ്മൾ തുടരെ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിപാടി. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം. ഒരു സ്പീച്ച് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാധനമാണ്. സോ സ്പീച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം? പറഞ്ഞുതരാം. ഓക്കെ
എടാ സ്പീച്ച് എഴുതുന്ന സമയത്തല്ലേ നമ്മൾ ഏതൊരു ഓഡിയൻസിനെയാണ് എന്ത് തരം ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ആദ്യം ശ്രദ്ധിക്കണം. നമ്മളൊരു കവലപ്രസംഗം പറയുന്ന പോലെ തന്നെ അല്ല നമ്മൾ എന്ത് പറയുന്നത്, നമ്മളൊരു സ്കൂൾ അസംബ്ലിയിൽ പോയി പ്രസംഗിക്കുന്നത്. കവലപ്രസംഗത്തിലുള്ള ആളുകളല്ല നമുക്ക് ഇവിടെ സ്കൂൾ അസംബ്ലിയിൽ ഉള്ളത്. സോ എന്ത് തരം ഓഡിയൻസിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, റെപ്രസെന്റ് ചെയ്യില്ല അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ധാരണ വേണം. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർ എ സ്പീച്ച് ടു പ്രസന്റ് ഇൻ യുവർ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് ദ ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റിങ്. ശ്രദ്ധിച്ചോ, ഇത് മുന്നേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റിങ് ലൈഫിൽ നമ്മൾ സക്സസ് ആകുന്നതിലെ ഇമ്പോർട്ടൻസ് ഓഫ് പാരന്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക, തീം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മിക്കവാറും കേസുകളിൽ വരിക. സോ ഒന്നാമത്തെ കാര്യം നമ്മൾ സ്പീച്ച് എഴുതുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഓഡിയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. എന്ത് തരം ഓഡിയൻസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് വേണ്ടതല്ലേ, നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക്. ഓക്കെ, ഞാൻ ഇന്ന വിഷയത്തിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതൊരു പ്രത്യേക ദിവസം വല്ലതും ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അടുത്ത ചാപ്റ്റർ ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പ്രത്യേക ദിവസത്തിലൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ ആ ദിവസത്തിന്റെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് എന്താണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് ശേഷം അടുത്തൊരു പാരഗ്രാഫിലേക്കാണ് നമ്മൾ കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ദ ബോഡി എന്ന് പറയുന്നത്. ദ ബോഡി എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാ ഡിസ്കോഴ്സസിന്റെയും ഫോർമാറ്റിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദ ബോഡിയിലാണ് നമ്മുടെ ആ പ്രശ്നത്തിനെ കുറിച്ച് നമ്മൾ ഇലാബറേറ്റ് ചെയ്യുന്നത്, അവിടെ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവുകൾ അറിയിക്കുന്നത്. സോ ഇവിടെ കഥയൊന്നും എഴുതി വെക്കരുത്, പൊട്ട തെറ്റാണ്, അവിടെ പോകും നിങ്ങളുടെ മാർക്ക്. സോ സ്പീച്ചിൽ ആർക്കും നമ്മുടെ കഥയൊന്നും ചോദിക്കുന്നില്ല. ഇതിൽ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ചാപ്റ്ററിന്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചാപ്റ്ററിന്റെ പേര് മെൻഷൻ ചെയ്താലും നിങ്ങൾ ആ കഥയൊന്നും എഴുതി പോകരുത്. പക്ഷെ ദ ബോഡിയിലില്ലേ, നമുക്ക് ചാപ്റ്ററിലുള്ള തീമിനെ നമുക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ചാപ്റ്ററിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇതേ തീമിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ആവുന്നതാണ്. ഇപ്പൊ പാരന്റിങ്ങിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ സംസാരിക്കുന്നത് നമ്മുടെ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? നമുക്ക് പറയാം, ഇങ്ങനെ ഒരു ചാപ്റ്റർ, ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, ആ ലയം ഓഫ് ഫ്ലഹർട്ടിയുടെ ആ സ്റ്റോറിയിൽ ഇങ്ങനെ സമാനമായ ഒരു തീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഹിയർ ഓൾസോ ദ സെയിം തീം ഈസ് കമ്മിങ് ഇൻ ദ സ്റ്റോറി ആൻഡ് അതെങ്ങനെയാണെന്നുള്ളത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക, പരിപാടി തീർന്നു. അത്ര മാത്രമേ നമ്മൾ ഇതിൽ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. എവിടെ പാടുള്ളൂ? നമുക്ക് ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ. സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. നമുക്കിതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് സമാധാനത്തിൽ നമുക്ക് ഇത് പെർഫെക്റ്റ് ആക്കിയിട്ട് പോകാം. പറഞ്ഞാടാ, എന്താണ് നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത്? ഈ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പെർഫെക്റ്റ് ആക്കണം. ഇനി നമുക്ക് തലേ ദിവസം ഒന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാനുണ്ടാവുള്ളൂ. തലേ ദിവസത്തെ ലൈവ് കേട്ട് കഴിഞ്ഞാൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും, എല്ലാം ഒന്ന് പൊടി തട്ടി ബ്രഷ് അപ്പ് ചെയ്താനേ ഉണ്ടാവുള്ളൂ, അത്രേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, സോ ഇതിൽ ഞാൻ പറഞ്ഞ 2 കോർ തീമുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, പാരന്റിങ്ങിന് നമ്മുടെ ലൈഫിൽ സക്സസ് ആകുന്നതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ്. 2, നമ്മൾ ഓവർകമ്മിങ് ഫിയർ, പേടിനെ ഓവർകം ചെയ്യുന്നതിലൂടെ മാത്രം നമുക്ക് ജീവിതത്തിൽ എങ്ങനെ സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും എന്നുള്ള 2 കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു തരുന്നത്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? ഓക്കെ, ക്ലിയർ ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ ആണെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഐ വിൽ ഫ്ലൈ. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്പീച്ചാണ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതൊരു സ്പീച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ റൈറ്റർ എന്നല്ല മെൻഷൻ ചെയ്യേണ്ടത്, നമ്മൾ ഇതിനെ ഒറേറ്റർ എന്നുള്ളതാണ്. നമ്മുടെ പ്രാസംഗികൻ എന്നർത്ഥം വരുന്ന ഒറേറ്റർ എന്നുള്ളതാണ് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. നമ്മുടെ ഒറേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ റിനൗണ്ട് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം നമ്മുടെ ഫോമർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ APJ അബ്ദുൽ കലാം. സോ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ സംസാരിക്കുന്നതില്ലടാ നമ്മൾ സക്സസ്ഫുൾ ആകുന്നതിനും നമ്മൾ സക്സസ്ഫുൾ ആവുന്നതിനെ കുറിച്ചും നമ്മൾ യുണീക്ക് ആവുന്നതിനെ കുറിച്ചുമാണ് നമ്മുടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇവിടെ സംസാരിക്കുന്നത്. സോ APJ അബ്ദുൽ കലാം ഇല്ലേ, APJ അബ്ദുൽ കലാം സ്റ്റാർട്ട് ദ സ്പീച്ച് ബൈ അഡ്രസ്സിംഗ് ദ യങ് ജനറേഷൻ ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ യങ് ജനറേഷനെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. എന്താണ് യങ് ജനറേഷൻ ഇവിടെ കുറിച്ച് പറയുന്നത്? യങ് ജനറേഷനെ കുറിച്ച് പറയുന്നത് ഹൗ പവർഫുൾ ഇറ്റ് ഈസ് ടു ഹാവ് ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് യൂത്ത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ്, രാജ്യത്തിന്റെ പുരോഗതി, രാജ്യത്തിന്റെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ കരങ്ങളിലാണ് എന്നുള്ളത് അല്ലെ. അത് സത്യമാണെന്നുള്ളത് നമുക്ക് ആര് കാണിച്ചു തരുന്നുണ്ട് ഈ സ്പീച്ചിൽ? ഡോക്ടർ APJ അബ്ദുൽ കലാം കാണിച്ചു തരുന്നുണ്ട്. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക്, ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് നമ്മുടെ യങ് ജനറേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സംസാരിക്കുന്നത്. സോ APJ അബ്ദുൽ കലാമിൽ ഇവിടെ നമുക്കൊരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാണ്. ആ എക്സ്പീരിയൻസിന് അദ്ദേഹം വിളിച്ചത് ഐ ആം ബോൺ വിത്ത് വിങ്സ്. സോ ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസിൽ അദ്ദേഹം എന്താണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം അല്ലേ ഒരു വില്ലേജിൽ ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ പോയിരുന്നു. അതിന്റെ പേരാണ് ശാസ്ത്രയാൻ.
Okay, the experience he shared about a program he inaugurated in a village called Shastrayan. So Shastrayan എന്ന് പറയുന്നതില്ലേ, Shastrayan talks about how science empowers the nation. ഒരു രാജ്യത്തിന് ശാസ്ത്രം എങ്ങനെയാണ്, അദ്ദേഹം ഓൾറെഡി ഒരു ശാസ്ത്രകാരനാണ്, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്, അതുകൊണ്ട് ശാസ്ത്രം എങ്ങനെയാണ് ഒരു നേഷനെ എംപവർ ചെയ്യുന്നത്, ശക്തിപ്പെടുത്തുന്നത് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അദ്ദേഹം അവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഓക്കെ, ആഫ്റ്റർ ഹിസ് അഡ്രസ് മെനി സ്റ്റുഡൻസ് റേസ്ഡ് ഹിസ് ഹാൻഡ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഹി റാൻഡംലി സെലക്ടഡ് 12 among them. സോ ഈ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കഴിഞ്ഞപാട് ഒരുപാട് പേര് കൈപൊക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു അദ്ദേഹത്തിനോട് ഒരുപാട് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൽ നിന്ന് അദ്ദേഹം ഒരു 12 പേര് അദ്ദേഹം റാൻഡംലി സെലക്ട് ചെയ്യാണ് ഉണ്ടായത്. ലേറ്റർ ഇൻ ദ സ്പീച്ച് ഡോക്ടർ കലാം ഈസ് ഷെയറിംഗ് വൺ ഓഫ് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ക്വസ്റ്റ്യൻ ഹി ഹാസ് ആസ്ക്ഡ് ഫ്രം ദാറ്റ് പ്രോഗ്രാം. സോ ഈ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ടില്ലേ, വൺ ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് സ്ട്രൈക്കിംഗ് ആയിരുന്നു. അത് സ്ട്രൈക്കിംഗ് ആണെന്ന് പറയാനുള്ള കാരണല്ലേ, അത് ചോദിച്ചിട്ടുള്ളത് ഒരു നെർവസ് ടീനേജ് ബോയ്. അതുകൊണ്ടാണോ അത് സ്ട്രൈക്കിംഗ് ആയത്? അതുകൊണ്ടല്ല. അതിന്റെ ശരിക്കുള്ള കാരണം എന്ന് പറയുന്നത് ദ ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി എ ടിപ്പിക്കൽ ഓർ ദ ക്വസ്റ്റ്യനർ ഇറ്റ്സെൽഫ് ഈസ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ യുവജനതയെ മൊത്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. മൊത്തമായിട്ട് ഒരു ഇന്ത്യൻ യങ് ജനറേഷന്റെ ഒരു അണ്ടർ കോൺഫിഡൻസ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വളരെ സ്ട്രൈക്കിംഗ് ആണെന്ന് പറയാനുള്ള കാരണം. സോ ഒരു നെർവസ് ടീനേജ് ബോയ് ആണ് ആ ഒരു സദസ്സിൽ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതിരുന്ന ഒരു നെർവസ് ടീനേജ് ബോയ് ആണ് അവിടെ ചോദ്യം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ അതിനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ തന്നെ ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. The boy said he was nervous and didn't know what to ask. He said he always had lack of self-confidence to talk to his teachers and friends. He hadn't gained in all these years of education. ഇത്രയും കാലത്തെ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടില്ലേ, എങ്ങനെ സംസാരിക്കണമെന്നും ഒരു വേദിയിൽ എങ്ങനെ നമുക്കൊരു ചോദ്യം ചോദിക്കാന്നുള്ളതും ആര് പഠിച്ചിട്ടില്ല, ആര് മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ആര് അതിനുള്ള ധൈര്യം കൈവരിച്ചിട്ടില്ല? നമ്മുടെ നെർവസ് യങ് ടീനേജ് ബോയ് അത് കൈവരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ആൾസോ മെൻഷൻഡ് ഹിസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. നമുക്ക് കണ്ടട ഈ സാധനം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അല്ലേ, ഞാൻ ഈ ഓറഞ്ച് കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റുകളും നിങ്ങളുടെ ഉത്തര പേപ്പറുകളിലേക്കുള്ളതാണ്. നിങ്ങളുടെ ഉത്തര പേപ്പറുകൾക്ക് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഓറഞ്ച് കളറിലുള്ള എല്ലാ സംഭവങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, ഹി കമ്പയർസ് ഹിംസെൽഫ് വിത്ത് അതർ സ്റ്റുഡൻസ് ടു ഓഫൻ. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ചാപ്റ്ററിൽ കണ്ടിരുന്നു, നമ്മുടെ ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യുന്നതിൽ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയാണ്. രണ്ടാമത് നമ്മുടെ പേടിയാണ്. നമ്മൾ ഓവർകമ്മിങ് ഫിയർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ യങ് സീകൾ എന്ന് പറയുന്നത് അവന്റെ സിബ്ലിങ്സുമായിട്ട് അവനെ കമ്പയർ ചെയ്യുന്നു. ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മുടെ ഇവിടുത്തെ നെർവസ് ടീനേജ് ബോയും തന്റെ ഫ്രണ്ട്സുമായിട്ടും തന്റെ കൂടെയുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യുന്നു നിരന്തരം എന്ന് പറയുന്നത്. But he has a strong dream in his mind to become a marine engineer. ഒരു മറൈൻ എഞ്ചിനീയർ ആവണം എന്നുള്ളതായിരുന്നു പുള്ളിക്കാരന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. സോ ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ ദ ബോയ് ആസ്ക്ഡ് ഡോക്ടർ കലാം ഹൗ ഡസ് ഹി അച്ചീവ് ഹിസ് മിഷൻ ആൻഡ് ഓവർകം ഹിസ് ഫിയർ. ഈ ഇത്രയും പേടികൾ എനിക്കുണ്ട്, ഇത്രയും ഇൻസെക്യൂരിറ്റി എനിക്കുണ്ട്, ഇത്രയും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എനിക്കുണ്ട്, ഇത്രയും അണ്ടർ കോൺഫിഡൻസ് എനിക്കുണ്ട്. എങ്ങനെയാണ് എനിക്ക് ഇത്രയും വലിയൊരു ഡ്രീമിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിച്ചേരുക? ഞാനൊരു മറൈൻ എഞ്ചിനീയർ എങ്ങനെയാണ് ആവുക? എങ്ങനെയാണ് ഒരു ഷിപ്പിന്റെ എഞ്ചിൻ എനിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതായിരുന്നു. വളരെ ജെന്യൂൻ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പുള്ളിക്കാരൻ ചോദിച്ചത്. സോ ഡോക്ടർ APJ അബ്ദുൽ കലാം ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞത് എങ്ങനെയാണെന്നറിയോ? He began to answer the question by reciting a poem named I Will Fly. ഞാൻ പറക്കും, I will fly എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം റിസൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിനുള്ള ഉത്തരമായിട്ട് പറഞ്ഞത്. ഇതിന്റെ ഉത്തരം നോക്കി കേട്ടോ. I am born with potential. സാധ്യതകളാലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. I am born with goodness and trust. വിശ്വാസതയാലും നന്മയാലുമാണ് ഞാൻ ജനിക്കപ്പെട്ടത്. I am born with ideas and dreams. I am born with greatness നമ്മുടെ ചാപ്റ്ററിന്റെ യൂണിറ്റിന്റെ പേരാണ്. I am born with confidence. ഞാൻ ആത്മവിശ്വാസം കൊണ്ടാണ് ഞാൻ ജനിക്കപ്പെട്ടത്. ഐ എം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളാലാണ് ജനിക്കപ്പെട്ടത്. ഐ എം നോട്ട് മെൻ ഫോർ ക്രൗളിംഗ്. ചിറകുകളാലാണ് ഞാൻ ജനിക്കപ്പെട്ടത്, പറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജനിക്കപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ എഴയില്ല എന്ന് ഞാൻ പറഞ്ഞത്, ഞാൻ ക്രോൾ ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ. ഞാൻ പറക്കാനാണ് ഞാൻ ജനിക്കപ്പെട്ടത്, എഴയാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഞാൻ പറക്കുക തന്നെ ചെയ്യും എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു കവിത പറഞ്ഞുകൊണ്ടാണ് ഇതിന് ഉത്തരമായിട്ട് പറയുന്നതില്ലേ. ഇവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നതില്ലേ, ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് യുണീക്ക്. നമ്മളായിട്ട് ഇരിക്കുന്നതിനും നമ്മുടെ തനിമത്വം കണ്ടുപിടിക്കുന്നതിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാറ്റിൽ അത് നമ്മളോട് തന്നെയാണ്, നമ്മുടെ അണ്ടർ കോൺഫിഡന്റ് ആയിട്ടുള്ള സെൽഫിനോടാണ്. നമ്മൾ ഒരുപാട് നമ്മുടെ ഉള്ളിലുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഫൈറ്റിന്റെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആ ഫൈറ്റിന്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനി എന്താണെന്നറിയോ?
അത് നമ്മുടെ തനിമത്വം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, നമ്മുടെ യുണീക്കായ സെൽഫിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് അവിടെ ഒരു യങ് ആ നെർവസ് ടീനേജ് ബോയ്ക്ക് അവന്റെ ഡ്രീം എന്ന് പറയുന്നത് ഒരു മറൈൻ എഞ്ചിനീയർ ആവുക എന്നുള്ളതായിരുന്നു. നമ്മുടെ ഡ്രീം വേറെ ആയിരിക്കും. സോ യുണീക്ക് ആവുക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡോക്ടർ കലാം വൈൻഡ്സ് അപ്പ് ദ സ്പീച്ച് എംഫസൈസിങ് ദിസ് ചാലഞ്ച് ടു ബിക്കം യുണീക്ക് ഇൻ ഓർഡർ ടു ബീങ് സക്സസ്ഫുൾ. എങ്ങനെയാ പറയുന്നതെന്ന് അറിയോ? ദ ചാലഞ്ച് മൈ ഡിയർ യങ് ഫ്രണ്ട്സ് ഈസ് ദാറ്റ് യു ഹാവ് ടു ഫൈറ്റ് ദ ഹാർഡസ്റ്റ് ബാറ്റിൽ. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഹാർഡസ്റ്റ് ബാറ്റിൽ എന്ന് പറയുന്നത് അത് നമ്മളോട് തന്നെയാണ്. വിച്ച് എനി ഹ്യൂമൻ ക്യാൻ എവർ ഇമാജിൻ ആൻഡ് യു നെവർ സ്റ്റോപ്പ് ഫൈറ്റ് until you arrived at your destined place. ആ destined place, ആ നമ്മൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ഡിസൈർഡ് ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ യുണീക്ക് യു. നമ്മൾ യുണീക്ക് ആകുക, അത് നമ്മുടെ സക്സസിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു ചാപ്റ്ററാണ് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന സ്പീച്ച് എന്ന് പറയുന്നത്. സോ നമ്മളോട് ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. യു ഗെറ്റ് ഇൻസ്പയർഡ് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാംസ് മെസ്സേജ് ആൻഡ് ഡിസൈഡ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് ടു യുവർ ഫ്രണ്ട് ഹു ഈസ് സ്റ്റഡിങ് അബ്രോഡ്. പാവട, UK-ലോ കാനഡയിലോ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ടിനോടില്ലേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന്റെ ഐഡിയാസും അദ്ദേഹത്തിന്റെ തോട്ട്സും നമ്മൾ ഷെയർ ചെയ്യണം. എങ്ങനെയാണെന്നറിയോ? ഒരു ഇമെയിൽ എഴുതിക്കൊണ്ട്. സോ ഇമെയിൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? സിമ്പിൾ ആണടാ. നമ്മൾ ഒരു ലെറ്റർ എഴുതുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ഇമെയിൽ എഴുതുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. സോ നമ്മൾ വർഷങ്ങളായിട്ട് ലെറ്റർ എഴുതുന്ന സമയത്ത് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്ത പരിപാടി എന്തായിരുന്നു? ഒരു വലിയൊരു പെട്ടി വരയ്ക്കുമായിരുന്നു അല്ലേ? സോ ഈ പെട്ടിക്കകത്ത് വേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഫ്രം അഡ്രസ്സ് വേണോട്ടോ, അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ ഫ്രം അഡ്രസ് ഉണ്ട്. സോ ഫ്രം അഡ്രസ് എഴുതുന്ന സമയത്ത് നമ്മൾ @gmail.com എന്നോ hotmail.com എന്നോ yahoomail.com എന്നോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ അവിടെ നമ്മളൊരു മെയിൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അടുത്തത് ഇനി ആർക്കാണ് അയക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാമല്ലോ. receiver@gmail.com xyz.com എന്നുള്ളത് കൊടുക്കുക. റിസീവറിന്റെ അഡ്രസ് അവിടെ കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്ക് സബ്ജക്റ്റ് ആണ്. എന്താണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഡോക്ടർ APJ അബ്ദുൽ കലാം വി വാണ്ട് ടു ഷെയർ, ഐ വുഡ് ലൈക്ക് ടു ഷെയർ സം ഓഫ് ദി ഐഡിയാസ് ഡോക്ടർ APJ അബ്ദുൽ കലാം ഹാസ് ഷെയർഡ് എന്ന് നമുക്ക് പറയാലോ. അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുള്ള സം ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ് ഓർ സം ഓഫ് ദ ഇൻസൈറ്റ്ഫുൾ തോട്ട്സ് ദാറ്റ് ഐ വാണ്ട് ടു ഷെയർ. ഇത്രയും പറഞ്ഞാൽ മതി. സബ്ജക്ട്. ഇനി ഇത് ഇമെയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു 4 പേജിന്റെ ഇമെയിൽ എഴുതിയിട്ടുണ്ടോ? ഇമെയിൽ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടോ? അതൊരിക്കലും സംഭവമില്ല. കാരണം ദ ബോഡി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സ്പീച്ച് കണ്ട പോലെ തന്നെ ദ ബോഡിയിൽ നമ്മൾ എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് മാത്രം എഴുതിയാൽ വേണ്ടി, ആവശ്യമില്ലാതെ കഥയൊന്നും എഴുതി വെക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സ്പീച്ച് എഴുതുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് എന്തിനെ കുറിച്ചാണോ പറയുന്നത്, നമുക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള, വളരെ തോട്ട്ഫുൾ ആയിട്ടുള്ള, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഐഡിയാസ് മാത്രമേ നമ്മളോട് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. യുണീക്ക് ആകുന്നതിന്റെ ആവശ്യത്തിനെ കുറിച്ച് നമുക്ക് പറയാം. യങ് ജനറേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാം. അതിന് ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലുള്ള നെർവസ് ടീനേജ് ബോയുടെ കാര്യം വേണ്ടി പറയാം. അങ്ങനെ നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കുന്നതിന്റെയും നമ്മൾ നമ്മുടെ സെൽഫിനോടുള്ള ഏറ്റവും വലിയ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുന്നത് നമ്മൾ നമ്മുടെ യുണീക്ക് സെൽഫിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതിൽ നമുക്കൊരു സ്പീച്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതിൽ നിന്ന് വരുന്ന സ്പീച്ചില്ലേ എന്ത് തീമിലാവുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇമാജിൻ ദാറ്റ് യു ഗെറ്റ് ദി ഓപ്പർച്യൂണിറ്റി ടു അഡ്രസ് ക്ലാസ് 10. നിങ്ങളിപ്പോൾ +1-ലല്ലേ, 10ാം ക്ലാസ്സിലുള്ള കുട്ടികളെ അഡ്രസ് ചെയ്യാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് കിട്ടി. ബിഫോർ ദ പബ്ലിക് എക്സാമിനേഷൻ, ഓൺ ദ ബേസിസ് ഓഫ് ഡോക്ടർ കലാംസ് മെസ്സേജ് പ്രിപ്പയർ എ സ്പീച്ച് ടു മോട്ടിവേറ്റ് ആൻഡ് പ്രിപ്പയർ ദം ഫോർ ദ എക്സാമിനേഷൻ. സോ നമ്മളോട് ഡോക്ടർ APJ അബ്ദുൽ കലാം യങ് ജനറേഷന്റെ വാല്യൂ എന്താണ്, യങ് ജനറേഷൻ നമ്മുടെ കൺട്രിയുടെ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ കൺട്രീനെ എങ്ങനെ പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തന്നത്. അതുപോലെ ഒരു അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ താഴെയുള്ള നമ്മുടെ ജൂനിയേഴ്സിനെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ പറയാം എന്ത്, നമ്മൾ യുണീക്ക് ആകുന്നതിന്റെ ആവശ്യം പറയാം. നമ്മുടെ ഹാർഡസ്റ്റ് ബാറ്റിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് അണ്ടർ കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് പുറത്തു വരേണ്ടതിന്റെ കാര്യം പറയാം. ഇങ്ങനെയുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് നമുക്ക് പുറത്തു വരേണ്ടതിന്റെ കാര്യം പറയാം. ഇത് സ്പീച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചാപ്റ്ററെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെയെന്ന് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദ ബോഡി വരുന്ന സമയത്തല്ലേ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഏത് ഓഡിയൻസിനാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. അവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉള്ളിടത്ത് നമ്മൾ അവരെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതിനുശേഷം ബോഡിയിൽ നമുക്ക് കൊടുക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ബോഡിയിലാണ് നമുക്കിത് ചാപ്റ്ററുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. എങ്ങനെ പറയാം, നമുക്ക് ഇങ്ങനെ ഒരു സ്പീച്ച് ഞാൻ കേട്ടിരുന്നു, ഇങ്ങനെ ഒരു സ്പീച്ചിൽ അദ്ദേഹം യുണീക്ക് ആകുന്നത്, ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് യുണീക്ക് ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ബീങ് സക്സസ്ഫുൾ എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ മൂവിങ് ഓൺ. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റൈറ്റപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. റൈറ്റപ്പ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത്.
ഓക്കെ, മൂവിങ് ഓൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിലുള്ള മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്. കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എഴുതിയിട്ടുള്ള ഒരു പ്രൊഫൈൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബയോഗ്രഫിയാണ്. നമ്മുടെ ഡോക്ടർ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു ബയോഗ്രഫിയാണ്. സോ ബയോഗ്രഫിയുടെ മൊത്തം ഒന്നും നമുക്ക് പഠിക്കാനുള്ള, അതിന്റെ വളരെ കുറഞ്ഞൊരു ഭാഗം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് പറയാം, നമുക്ക് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ഒരു പ്രൊഫൈലാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. സോ സ്റ്റീഫൻ ഹോക്കിംഗ് ആരാണെന്ന് നമുക്ക് അറിയാലേ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഞാൻ ഇനി എന്തെങ്കിലും പറയണോ? സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് എന്താ പറയാ, റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല. ഭയങ്കര ഹോട്ട് ടോപ്പിക് ആയിട്ട് മാറിയിട്ടുണ്ട്. എപ്സ്റ്റീൻ ഐലൻഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ നിങ്ങളെ വഴി തിരിച്ചു വിടുന്നില്ല. സോ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് അങ്ങനെയും കുറച്ച് റൂമേഴ്സ് ഉണ്ട് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ. അതൊന്നും ഉത്തരത്തിൽ പോയി എഴുതരുത് കേട്ടോ, റൂമർ ഉണ്ട് എന്നുള്ളതൊക്കെ. ഓക്കെ, സോ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിന്റെ ഒരു സൂപ്പർ നോവ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരുപാട് ഫിസിക്കൽ ഡിസബിലിറ്റീസിനെ കുറിച്ച് നമുക്കറിയാം. അതിനെ എങ്ങനെ ഓവർകം ചെയ്തു, എങ്ങനെ അദ്ദേഹം ഒരു ഫിസിക്സിന്റെ ഒരു നെടുന്തൂണായിട്ട് മാറി, എങ്ങനെ അദ്ദേഹം ഒരു സൂപ്പർ നോവ ഫിസിക്സ് ആയിട്ട് മാറി എന്നുള്ളതാണ് നമുക്ക് ഈ ചാപ്റ്റർ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പ്രൊഫൈലാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എഴുതിയിരിക്കുന്നത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ആണ്. നമ്മുടെ എല്ലാ ഓതേഴ്സിന്റെ പേര് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. അതിന് വളരെയധികം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നമ്മുടെ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓപ്പണിംഗ് ഇൻ എ ലെക്ചർ ഹാൾ where many scientists and university dignitaries are eagerly waiting for an inaugural address. ആരാന്നറിയോ? നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ആണ്. ന്യൂ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സിന്റെ പുതിയ പ്രൊഫസർ ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആ ഒരു ലെക്ചറിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. So, the title of the lecture was a question: is the end in sight for theoretical physics? Theoretical physicsന് ഒരു അവസാനമായോ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്, എന്നൊരു ചോദ്യത്തിനാണ് അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെയല്ലേ ഈ യൂണിവേഴ്സിനെ മൊത്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറിയെ കുറിച്ചും അദ്ദേഹം അവിടെ സംസാരിക്കുന്നുണ്ട്. തിയറി ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ ഇറ്റ്. അതും അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലെക്ചർ ഹാളിൽ ഇത്രയും യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസും അവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളും ഒരു സ്റ്റുഡൻസും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു ലെക്ചർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ പലപ്പോഴും നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു വീൽ ചെയറിലല്ലേ. സോ ഈ വീൽ ചെയറിൽ നിന്ന് അദ്ദേഹത്തിന്റെ എല്ലാ ഡിസബിലിറ്റീസും, അദ്ദേഹത്തിന്റെ എല്ലാ ലിമിറ്റേഷൻസും അദ്ദേഹം ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു സൂപ്പർ നോവ ഓഫ് ഫിസിക്സ് ആയിട്ട് മാറി എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. Okay, Stephen Hawking was born on 8 January 1948 in Oxford, England. It was exactly 300 years after the death of Galileo. നമ്മുടെ മോഡേൺ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഫാദർ എന്നറിയപ്പെടുന്ന ഗലീലി മരിച്ചതിന് കൃത്യം പറഞ്ഞാൽ 300 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് ജനിക്കുന്നത്. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ. സോ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പാരന്റ്സ് എന്ന് പറയുന്നത് ഫ്രാങ്ക് ആൻഡ് ഇസബൽ ഹോക്കിംഗ്. അവർ അത്ര റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല, പക്ഷേ ദേ ന്യൂ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഓമനപുത്രന് ചൂസ് ചെയ്തത് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പബ്ലിക് സ്കൂൾ ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ ആയിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡന്റ് അറ്റൻഡ് ദി എക്സാമിനേഷൻ ഫോർ ഫേമസ് സ്കൂൾ പബ്ലിക് സ്കൂൾ ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ. Therefore he attended the local Saint school. ഈ പറഞ്ഞിട്ടുള്ള വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളിന്റെ സ്കോളർഷിപ്പ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ ഹോക്കിങ് അറ്റൻഡ് ചെയ്തത് ലോക്കൽ സെയിന്റ് സ്കൂളിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദറിനില്ലേ ഓൾവേസ് വാണ്ടഡ് ഹിം ടു ബി എ ഡോക്ടർ. പക്ഷെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്തരം ബയോളജി പോലെയുള്ള സബ്ജക്റ്റുകൾ വളരെ ഇംപ്രിസൈസ് ആയിട്ടാണ് തോന്നിയത്. അവന്റെ ആൻസറുകൾ കൊടുക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് ആര് കൺസിഡർ ചെയ്യുന്നില്ല, സ്റ്റീഫൻ ഹോക്കിങ് കൺസിഡർ ചെയ്യുന്നില്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിന് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സും ഫിസിക്സും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ മാത്തമാറ്റിക്സിലും ഫിസിക്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് അന്ധകാലത്ത് ഒരു ടീച്ചിങ് ജോബിന്റെ അപ്പുറത്തേക്ക് ഒരു ജോലി സാധ്യത ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാസ് ഹിസ് ഫാദർ അഡ്വൈസ്ഡ് ഹി ഹാഡ് ടു ഗോ ഫോർ കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി ലിറ്റിൽ മാത്തമാറ്റിക്സ് ഇൻ പ്രിപ്പറേഷൻ ഫോർ എൻട്രൻസ് ഓഫ് ഓക്സ്ഫോർഡ്. അദ്ദേഹത്തിന് 17 വയസ്സായ സമയത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് അദ്ദേഹം കെമിസ്ട്രിയും ഫിസിക്സും ആണ് മെയിൻ ആയിട്ട് എടുത്തത്. അതിൽ കുറച്ച് മാത്തമാറ്റിക്സും അദ്ദേഹം പഠിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സിൽ he specialized in physics at the age of 17 from his father's college. So അദ്ദേഹത്തിന്റെ ഫാദർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ ജോയിൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് കമന്റിൽ പറയണടാ, എന്തെങ്കിലും ഒന്നും പറയണേ. നമ്മൾ ഈ ബാച്ചിന്റെ പേരെന്ന് പറയുന്നത് നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന പീസ്ഫുൾ ആയ ഒരു ബാച്ചാണ്. കാരണം നമ്മൾ തലേ ദിവസത്തേക്കായിട്ട് ഒന്നും മാറ്റി വെക്കുന്നില്ല. ഇതാണ് ഇതിന്റെ റൈറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഓറഞ്ച് ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം
നിങ്ങളുടെ ഉത്തര പേപ്പറുകളിലേക്ക്, നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള വാല്യൂഡ് പോയിന്റ്സ് ആണ്. ആ വാല്യൂഡ് പോയിന്റ്സ് വെച്ചിട്ട്, ഇത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്ത് നോക്ക്. മണി പോലെ ഉത്തരങ്ങൾ വരും. പിന്നെ നമ്മുടെ പ്രാക്ടീസ് ആണ്. the more the practice you do, the more likely you get a good answer in your examination. Okay, so in the beginning, Hawking couldn't find it interesting and excel in academics. Only in the halfway through his second year, he started enjoying Oxford. തുടക്കത്തിലെ പുള്ളിക്കാരൻ അത് അത്ര എൻജോയ് ചെയ്യുന്നില്ല, ഓക്സ്ഫോർഡിലെ ലൈഫ് അത്ര എൻജോയ് ചെയ്യുന്നില്ല. പക്ഷെ അദ്ദേഹം വളരെ ഫേമസ് ആയിരുന്നു എന്തിനെന്നറിയോ? ഹിസ് ഹ്യൂമർ സെൻസ്, ജോയസ് നേച്ചർ ആൻഡ് എക്സ്ട്രാ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റ്. ഇത് എവിടെ കൊണ്ട് തള്ളാമെന്നറിയോ? ഇതൊക്കെ നമ്മളോട് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ തള്ളാവുന്ന പോയിന്റ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഹ്യൂമർ സെൻസ്, അദ്ദേഹത്തിന്റെ ജോയസ് നേച്ചർ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ അക്കാഡമിക്കൽ ഇൻട്രസ്റ്റുകളെ കുറിച്ച് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ മൂന്നാമത്തെ വർഷമായിട്ടോ, നമ്മുടെ ഓക്സ്ഫോർഡിൽ മൂന്നാമത്തെ വർഷമായി അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് PhD വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷേ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്നറിയോ? He has to get a first from Oxford. അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അവിടെ പോകാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ as the examination date approached, his confidence level drastically dropped and reached a borderline between first and second. അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് വളരെയധികം താഴോട്ട് പോയി. അങ്ങനെ അദ്ദേഹം ഫസ്റ്റിന്റെയും സെക്കൻഡിന്റെയും നടുക്കാണ് വന്നത് റിസൾട്ട് വന്നപ്പോൾ. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ വെച്ചിട്ടില്ലേ, ഈ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലുള്ള ഇന്റർവ്യൂവിൽ വെച്ചിട്ട് വളരെ ഫേമസ് ആയിട്ട് he famously said, if I get first I shall go to Cambridge, if I receive a second I will remain at Oxford, so I expect that you'll give me a first. നിങ്ങൾ ഫസ്റ്റ് തന്നെങ്കിൽ മാത്രമേ എനിക്ക് കാംബ്രിഡ്ജിലേക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ സർക്കാസ്റ്റിക് ആയിട്ടാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. എനിക്ക് അതങ്ങനെ സർക്കാസ്റ്റിക്കലി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം എവിടെ എത്തപ്പെട്ടു? അദ്ദേഹം കാംബ്രിഡ്ജിലേക്ക് എത്തപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് വളരെ എവിഡന്റ് ആയിരുന്നു. വളരെ വിറ്റ്ഫുൾ ആയിരുന്നു അദ്ദേഹം സംസാരിക്കുന്നത്. വിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താ? വിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ കുറച്ച് തമാശക്കാരനാണ്, പക്ഷെ കുറച്ച് കുശാഗ്രത ഉള്ള ഒരാളായിരുന്നു. ഓക്കെ, ഹോക്കിംഗ് ഹാഡ് ടു ഫേസ് സം ചാലഞ്ചസ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് കാംബ്രിഡ്ജ് ഡ്യൂ ടു ഹിസ് സ്ലിപ്ഷോർഡ് മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ജനറൽ റിലേറ്റിവിറ്റി. സോ അദ്ദേഹം അല്ലേ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന സമയത്തും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഈ ജനറൽ റിലേറ്റിവിറ്റി പോലെയുള്ള ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റി പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ മാത്തമെറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിരുന്നില്ല. കാരണം 17-ാമത്തെ വയസ്സിൽ ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ലാസ്റ്റ് മാത്സ് പഠിച്ചത്. സോ അതിലും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? ഹോക്കിംഗ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ക്ലംസി എന്ന് പറഞ്ഞാലേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തട്ടി വീഴുക, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വഴുതി വീഴുക, കയ്യിലുള്ളതൊക്കെ തട്ടിത്തെറിപ്പിക്കുക. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോടാ ഒരുപാട് ക്ലംസികളില്ലടാ. നിങ്ങൾക്കും അറിയാലോ, നിങ്ങൾ തന്നെ ചിലപ്പോൾ ഒരു ക്ലംസി പേഴ്സൺ ആയിരിക്കും. ഞാൻ പേഴ്സണലി ഭയങ്കര ക്ലംസി ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ തട്ടിത്തെറിപ്പിക്കും. ഓക്കെ, അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങും അതാണ് വിചാരിച്ചത്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി he had problems to tie his shoe even with talking. സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലേ, സംസാരിക്കുന്നതിൽ ഇങ്ങനെ ഒരു ഇടർച്ച വരാൻ തുടങ്ങി, ക്ലംസി ആവാൻ തുടങ്ങി. പുള്ളിക്കാരന്റെ ഷൂ ലൈസ് കെട്ടാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് അറിയാം? പുള്ളിക്കാരൻ വെറും ഒരു ക്ലംസി മാത്രമായിരുന്നില്ല. ഓൺ ഹിസ് 21st birthday, Hawking diagnosed with a rare disease called amyotrophic lateral sclerosis. വളരെ മാരകമായിട്ടുള്ള, വളരെ റയർ ആയിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തിന് ബാധിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് പഠിച്ചതെന്ന് പറയുന്നത്. അമയോട്രോഫിക് ലാറ്ററൽ സ്ലിറോസിസ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ഞാൻ ഡോറയൊന്നുമല്ല, ഡോറ ദ എക്സ്പ്ലോറർ അല്ല. പക്ഷേ നിങ്ങൾ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓർത്ത് വെക്കാനുള്ള സാധ്യത കൂടെ. പറടാ നിങ്ങൾ ആ മല കാണുന്നുണ്ടോ പുറകില്? ഓക്കെ, നിങ്ങൾ ആ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാണുന്നുണ്ടോ പുറകില്? ഓക്കെ, അമയോട്രോഫിക് ലാറ്ററൽ സ്ലിറോസിസ് എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പേര്. ഈ പേര് പഠിച്ചു വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ വിച്ച് ദർ വാസ് നോ നോൺ ക്യൂർ. ഇതിന് പ്രത്യേകിച്ച് ഒരു പരിഹാരം ഇല്ല. ഇതിന് നമ്മുടെ തിലകം പറയില്ല, ഇതിന് പരിഹാരം ഇല്ല, ഇറ്റ്സ് ഇൻക്യൂറബിൾ എന്ന് നമ്മുടെ തിലകം പറയുന്ന പോലെ തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഹോക്കിംഗ് ബിക്കം സോ ഹോപ്പ്ലെസ് അബൌട്ട് ഹിസ് ഫ്യൂച്ചർ. അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അദ്ദേഹം ഹോപ്പ്ലെസ് ആയി എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്രതീക്ഷയും ഇല്ലാതായി പോയി എന്നാണ് പറയുന്നത്. Hawking had said during this time that before he was diagnosed, life seemed so dull. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത്. A shift in his life. എന്താണ് ആ ഷിഫ്റ്റ് എന്ന് പറയോ? Hawking realized that there is so much worthwhile things to do for others.
എന്റെ ജീവിതം എന്ന് പറയുന്നത് ഹോക്കിംഗ് എന്റെ ജീവിതം കേട്ടോ. സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിരുന്നു മുന്നേ എന്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഡള്ളായിരുന്നു. പക്ഷേ ഈ ഡയഗ്നോസ് ചെയ്തതിനു ശേഷം അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് വെച്ചിട്ട് ഈ വായിക്കൊള്ളാത്ത ഈ അസുഖം വന്നതിന് ശേഷം, ഈ വായിക്കൊള്ളാത്ത അസുഖം പിടിപെട്ടതിന് ശേഷം അദ്ദേഹം ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരു വെളിപാട് വരികയാണ്. ഹോക്കിംഗ് റിയലൈസ് ദാറ്റ് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ഓക്കെ, ഇനീഷ്യലി ഡോക്ടേഴ്സ് എന്താ വിചാരിച്ചെന്നറിയോ? ഇയാൾ 2 വർഷം കൊണ്ട് തട്ടിപ്പോകും എന്നുള്ളതാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് അധികകാലമൊന്നും വാഴൂല എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഒന്നടങ്കം വിധിയെഴുത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പെർസീവിയറൻസില്, അദ്ദേഹത്തിന്റെ ഒരു വിട്ടുകൊടുക്കാത്ത ആ ഒരു മനസ്സിലെ അദ്ദേഹത്തിന്റെ ഒരു ഡിറ്റർമിനേഷനും അദ്ദേഹത്തിന്റെ ഒരു പെർസീവിയറൻസും ഇല്ലേ, അത് അദ്ദേഹത്തിന് ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിൽ എത്ര കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവാൻ തുടങ്ങി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ ഫ്യൂച്ചർ വൈഫായിട്ടുള്ള ജെയിൻ വൈൽഡിനെ കാണുന്നത്. സോ ജെയിൻ വൈൽഡിന്റെ ക്യാരക്ടർ സ്കെച്ച് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ആ ക്യാരക്ടറിനെ കുറിച്ച്. സോ അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു നമ്മുടെ ജെയിൻ വൈൽഡ് എന്ന് പറയുന്നത്. ശുഭാപ്തി വിശ്വാസം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതായത് എത്ര ദുർഘടം പിടിച്ചിട്ടുള്ള, എത്ര നെഗറ്റീവായിട്ടുള്ള, എത്ര അഡ്വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ബിലീവ് ദാറ്റ് ദിസ് അഡ്വേഴ്സ് സിറ്റുവേഷൻ വിൽ പാസ് ആൻഡ് എ ഗുഡ് സിറ്റുവേഷൻ, ആ ഗുഡ് ടൈം വിൽ കം എന്ന് പറയുന്ന ആ ഒരു ബിലീഫാണ്, ആ ഒരു വിശ്വാസമാണ് നമ്മൾ ഒപ്റ്റിമിസം അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ക്വാളിറ്റിയാണ് അത് പറയുന്നത്. ഓക്കെ, ആൻഡ് ദേ സൂൺ റിയലൈസ് ദാറ്റ് ദേ ക്യാൻ ഡു സംതിങ് വർത്ത് വൈൽ ടുഗദർ. അവർ രണ്ടുപേരും കൂടെ ഒരു തിരിച്ചറിവിലെത്താണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നു. ഓക്കെ, സാർ നോട്ട്സ് കിട്ടുമോ? കിട്ടും. ഈ നോട്ട്സ് ഞാൻ തരുന്നതായിരിക്കും. ഈ നോട്ട്സിലല്ലേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എങ്ങനെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ഓറഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടന്റ് മാത്രം എടുത്തിട്ടല്ലേ, ഈ ഓറഞ്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ പാട്ട് വെച്ചിട്ട് മാത്രം, ആ പോയിന്റ് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് ഒരു ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് നോക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു ഉത്തരത്തിന് ഒരു മാക്സിമം ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15-20 മിനിറ്റ് കൂടുതൽ എടുക്കരുത് കേട്ടോ. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ ഒരു ടൈമർ വെച്ചിട്ട് നോക്കുക. എന്നതിന് ശേഷം നിങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ഉത്തരത്തിലേക്ക് നോക്കുക. എന്നിട്ട് എന്തൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുക. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് റെഫർ ചെയ്യാം. എന്നിട്ട് നിങ്ങളുടേതായുള്ള ഉത്തരങ്ങളിലേക്ക് എത്താം. പക്ഷേ ഈ പോയിന്റുകൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. നിങ്ങളുടെ മാർക്ക് എവിടെയും പോകില്ല. കാരണം നിങ്ങൾ എന്താണോ എക്സാമിനർ നിങ്ങളോട് ചോദിക്കുന്നത്, എന്താണോ എക്സാമിനർ പ്രതീക്ഷിക്കുന്ന പോയിന്റുകൾ, അത് അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അതിനെ നിങ്ങൾ ഒരു ഉത്തരത്തിലേക്ക് മാറ്റി എഴുതിയാൻ വേണ്ടി മാത്രം മതി. ഓക്കെ, അങ്ങനെ 1965 ആയപ്പോൾ അദ്ദേഹത്തിന്റെ ദ ഏജ് ഓഫ് 23 ഹി റിസീവ്ഡ് ഫെലോഷിപ്പ്. എവിടുന്നാ കിട്ടിയത്? നമ്മൾ കുമ്പളങ്ങ യൂണിവേഴ്സിറ്റി എന്നാണോ? അല്ല, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയായിരുന്നല്ലോ അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല ഹി ഗോട്ട് മാരീഡ് ടു ജെയിൻ. അങ്ങനെ അവർ കല്യാണം കഴിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഈ ഒരു സമയത്തല്ലേ അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജീനിയസ് ആണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അദ്ദേഹം അനദർ ഐൻസ്റ്റൈൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ ഫേമസ് ആവാൻ തുടങ്ങി. 1980 സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഒരു ബുക്ക് അങ്ങോട്ട് എഴുതി കളയാം. എന്തായിരുന്നു ആ ബുക്കിൽ എന്ന് പറയാം? A revolutionary book addressing some of the interesting and quizzical questions in the science world. ശാസ്ത്ര ലോകത്തിന് ഇങ്ങനെ കുഴപ്പിക്കുന്ന, കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിനെ, ഒരുപാട് പോപ്പുലർ തിയറികൾ അദ്ദേഹം പിന്നെ കുറച്ചും കൂടെ പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐൻസ്റ്റൈൻ, ന്യൂട്ടൺ പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ അവരുടെ തിയറികളെ റിവൈൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 1984 അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റിയെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി ഹി വാസ് ഡൗൺ വിത്ത് ന്യൂമോണിയ. എന്താണെന്ന് അറിയല്ലോ, ന്യൂമോണിയ അസുഖം പിടിപെട്ടുകൊണ്ട് അദ്ദേഹം ഡൗൺ ആവുന്ന വെച്ചാൽ സൈഡായി എന്നാണോ അതിന്റെ അർത്ഥം? അതെ, അദ്ദേഹം സൈഡായി എന്നാണ് അതിന്റെ അർത്ഥം. ഹി ഹാഡ് ടു ഗോ ഫോർ ട്രക്കിയോട്ടമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രോട്ട് എടുത്ത്, വിൻ പൈപ്പ് എടുത്ത് റിമൂവ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തിന്റെ വിൻ പൈപ്പ് റിമൂവ് ചെയ്തു. അതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുക? ഹി വോണ്ട് ബി ഏബിൾ ടു ടോക്ക് അഗെയിൻ. അദ്ദേഹം പിന്നീട് ഒരിക്കലും അവിടെ നിന്ന് അങ്ങോട്ട് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹത്തിന് നമ്മൾ പലപ്പോഴും കണ്ടിരുന്നതില്ലേ, ഒരു വീൽ ചെയറിൽ അദ്ദേഹത്തിന് മുന്നിൽ ഒരു സ്ക്രീനും ഉണ്ടാവും. വേണ്ട വേർഡ്സ് ഒരു 2 വിരൽ മാത്രം അനക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങിനാണ് നമുക്കറിയാവുന്നത്. വാൾട്ടോസ് എന്ന് പറയുന്ന കാലിഫോർണിയക്കാരനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ട് അദ്ദേഹത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് ഈക്വലൈസർ. ഈ ഈക്വലൈസറിന്റെ സഹായത്തിലാണ് പിന്നീട് അങ്ങോട്ട് അദ്ദേഹം സംസാരിച്ചിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
ഓക്കെ, അങ്ങനെ 1988 വളരെ റവല്യൂഷണറി ആയിട്ടുള്ള നമ്മുടെ ശാസ്ത്രലോകത്തിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൂടെ ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഐൻസ്റ്റൈന്റെയും ന്യൂട്ടന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള തിയറികൾ കൂടെ സാധാരണക്കാർക്ക് കൂടെ ലേമൻ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഒരുപാട് മൾട്ടിറ്റ്യൂഡ് ഓഫ് പാരഡോക്സ്, ഒരുപാട് വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഇവിടെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. യു ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്, പലതിന്റെയും തുടക്കങ്ങൾ എന്ന് പറയുന്നത് ചിലതിന്റെ ഒടുക്കങ്ങളായിരിക്കാം, ആൻഡ് വൈസ് വേഴ്സ. ക്രൂവൽ സർക്കംസ്റ്റൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേൾഡ് വാർ എന്ന് പറയുന്നത് ഒരു ക്രൂവൽ സർക്കംസ്റ്റൻസ് ആയിരുന്നു, പക്ഷെ അതിന്റെ ഔട്ട്കം പല ഏരിയാസിലും അതിന് ഒരുപാട് മുന്നിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. Although fame and success may not. Two great scientific theories taken together seem to give us nonsense. രണ്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള സയന്റിഫിക് തിയറികൾ നിങ്ങൾ ഒരുമിച്ച് വെച്ച് നോക്കൂ, ചിലപ്പോൾ നിങ്ങൾക്ക് ശുദ്ധ അബദ്ധമായിട്ട് തോന്നിയേക്കാം. അതുപോലെ ഒരുപാട് പാരഡോക്സുകളെ കുറിച്ച്, ഒരുപാട് വൈരുദ്ധ്യങ്ങളെ കുറിച്ചാണ്. പാരഡോക്സ് എന്നുള്ള വേർഡ് ഓർത്ത് വെച്ചോട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ ബുക്കിൽ എന്ത് മാങ്ങാത്തൊലിയാണ് എന്ത് തേങ്ങാക്കൊലിയാണ് പറയുന്നത് എന്നുള്ളൊരു ഐഡിയ വേണ്ടേ? അത് നമുക്ക് ഉത്തരങ്ങളിൽ എഴുതാൻ വേണ്ടി പറ്റും. എംപ്റ്റി സ്പേസ് ഈസ് എൻ എംപ്റ്റി. നിങ്ങൾ എംപ്റ്റി എന്ന് വിചാരിക്കുന്നത് ഇത് എംപ്റ്റി ആണോ? നിങ്ങൾ സയൻസ് പഠിക്കുന്നല്ലേ, നിങ്ങൾ സയൻസ് പഠിച്ചതല്ലേ? സയൻസ് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ കോമൺ സെൻസിലാണ് അത് എംപ്റ്റി ആണോ? അല്ല, ഇതിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്, ഇതിൽ വേറെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, എംപ്റ്റി സ്പേസ് ഈസ് എൻ എംപ്റ്റി. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക്. And a man whose appearance inspires shock and pity takes us laughing to where the boundaries of time and space ought to be, but are not. എടാ, സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നതല്ല, അദ്ദേഹത്തിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ്, അദ്ദേഹത്തിന്റെ ഒരുപാട് ഫിസിക്കൽ ചാലഞ്ചസിനെ ഓവർകം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ഓവർകം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ വേൾഡ് ഫിസിക്സിന്റെ സൂപ്പർ നോവയായിട്ട് മാറിയത്. സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെർസീവിയറൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് ഇവിടെ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ആയിരിക്കും, അല്ലെങ്കിൽ ജെയിൻ വൈൽഡിന്റെ ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? വളരെ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് വേണ്ടേ? നമ്മൾ ഏത് ക്യാരക്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് പറയേണ്ടടാ. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് വേണം. ഇനി എന്ത് റോളാണുള്ളത് നമുക്ക് പറയണ്ടേ? അദ്ദേഹം ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആണോ? അദ്ദേഹം ഒരു ആന്റഗണിസ്റ്റ് എന്ന് വെച്ചാൽ വില്ലനാണ് നമ്മൾ ആന്റഗണിസ്റ്റ് എന്ന് പറയാം. സോ എന്താണ് ആ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്നുള്ളത് പറയണം. ഇനി ഏജ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ മാത്രം ഏജ് നമുക്ക് മെൻഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അപ്പിയറൻസ്, കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി യൂസ് ടു വെയർ ലോങ് ഹെയർ എന്നുള്ളത് നമുക്ക് അവിടെ പറയുന്നുണ്ടല്ലേ. അദ്ദേഹം മുടി നീട്ടി വളർത്തിയ ഒരാളാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ചാപ്റ്ററിൽ പറയുന്ന വളരെ ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ്, കാണാൻ എങ്ങനെ ഉണ്ടായിരുന്നു, ഉയരം, വണ്ണം, തൊലിയുടെ നിറം, കണ്ണിന്റെ നിറം, മുടിയുടെ നിറം, ഇതൊക്കെ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ക്ലോത്തിങ് സ്റ്റൈൽ, ഇതൊക്കെ ഞാൻ ജനറൽ ആയിട്ട് പറയണേ, ഏതൊരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറയുന്ന സമയത്തും നമുക്ക് കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് പേഴ്സണാലിറ്റിയാണ്. ഇതാണ് ക്യാരക്ടർ സ്കെച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു 3 to 5 മെയിൻ പേഴ്സണാലിറ്റി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്തല്ലേ അദ്ദേഹത്തിന്റെ ഡിറ്റർമിനേഷനെ കുറിച്ച് പറയാം, അദ്ദേഹത്തിന്റെ പെർസീവറൻസിനെ കുറിച്ച് പറയാം. അദ്ദേഹം ഇത് ലോങ് ഹെയർ വളർത്തിയിരുന്നു, ഹി വോർ ഹിസ് ലോങ് ഹെയർ എന്നുള്ളത് എന്തായിരുന്നു, ഒരു ഫിസിക്കൽ ഫീച്ചർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ വിറ്റ്ഫുൾ നേച്ചറിനെ കുറിച്ച് പറയാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിന്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്ട്രാ കരിക്കുലർ ഇൻട്രസ്റ്റുകളും, അദ്ദേഹത്തിന്റെ സ്പോർട്സിലുണ്ടായിരുന്ന, ക്ലാസിക്കൽ മ്യൂസിക്കിലുണ്ടായിരുന്ന ഇൻട്രസ്റ്റിനെ കുറിച്ച് ഇവിടെ വേണ്ടി പറയാൻ പറ്റുന്നതാണ്. സോ ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഹാബിറ്റ്സ്, മറ്റുള്ള താല്പര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇനി നമുക്ക് അവസാനത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പാണ്. സോ നമുക്ക് ജെയിൻ വൈൽഡുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. തന്റെ വൈഫുമായിട്ടുള്ള ഒരു വൈഫുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയറിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി. ഇമാജിൻ യു ആർ ഇന്റർവ്യൂയിങ് സ്റ്റീഫൻ ഹോക്കിംഗ്, പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദ ഇന്റർവ്യൂ. ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. സോ ഇത് ഞാനൊരു മോഡലായിട്ട് തന്നേ ഉള്ളൂ. ചോദിക്കുന്നതല്ല, ഒരു വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു തീമിനെ കുറിച്ചായിട്ടായിരിക്കും. സോ നമ്മൾ നമ്മുടെ ലൈഫിൽ ചാലഞ്ചസിനെ പെർസീവർ ചെയ്യുന്നത്, ചാലഞ്ച് നമ്മൾ ഓവർകം ചെയ്യുന്നത്, നമ്മുടെ ഫിയറിനെ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ച് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് സംസാരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സമയത്തല്ലേ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യനർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യു ഷുഡ് ആസ്ക് കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്?
സോ ആരോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് മനസ്സിലായി. ഇനി എന്താണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് മാത്രം ചോദിച്ചാൽ മതി. സോ ആവശ്യമില്ലാതെ നിങ്ങൾ വീട്ടിൽ ആരൊക്കെയുണ്ട്, രാവിലെ എന്താ കഴിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ, ഇത്തരം വില കുറഞ്ഞ ചോദ്യങ്ങൾ വിത്ത് പുവർ ടേസ്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കണം. ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് അല്ല, കോണ്ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ്. എന്ത് വിഷയത്തിനെ കുറിച്ചാണോ നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് അതിനെ മാർക്ക് ഡൗൺ ചെയ്തുകൊണ്ടായിരിക്കണം, അതിനെ കുറച്ചും കൂടെ ഇൻഡെപ്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കണം നമുക്ക് ചോദിക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ എന്താ കഴിച്ചത് എന്നുള്ളത് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അല്ല. കാരണം അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് യെസ് ഓർ നോ. ഒന്നെങ്കിൽ ഞാൻ രാവിലെ ദോശയാണ് കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ രാവിലെ ചക്കപ്പുഴുക്കാണ് കഴിച്ചത്, അല്ലെങ്കിൽ ഞാൻ രാവിലെ പഴങ്കഞ്ഞ, തലേ ദിവസത്തെ പഴങ്കഞ്ഞ കുടിച്ചത്. ഇതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. അതിന് ആ ഒരൊറ്റ വേർഡിൽ അതിന്റെ ഉത്തരം കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മളോട് ഇവർ പ്രതീക്ഷിക്കുന്നതല്ലേ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരൊറ്റ വാക്കിലോ ഒരു യെസ് ഓർ നോയിലോ നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത കുറച്ചുകൂടി ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, രാവിലെ പഴങ്കഞ്ഞി കുടിക്കുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോൾ എഡ്യൂക്കേഷന്റെ വാല്യൂ എന്താണെന്നുള്ളതായിരിക്കും നമ്മൾ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് ചോദിക്കുന്നത് അല്ലേ. സോ നമ്മൾ ഏർലി എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി എഡ്യൂക്കേഷൻ ഇൻ എ സ്റ്റുഡൻസ് ഗ്രോത്ത് എന്ന് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി ഇൻ ദ ഗ്രോത്ത് ഓഫ് എ സ്റ്റുഡന്റ് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊക്കെ എന്താ, ഇത് കോണ്ടെക്സ്റ്റുവലും ആണ്, ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അവസാനത്തെ ഈ യൂണിറ്റിലെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ദാറ്റ് ഈസ് ഇഫ്. നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിട്ടീഷ് പോയറ്റ് എഴുതിയിട്ടുള്ളതാണ് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം. സോ ഇഫ് എന്ന് പറയുന്നതിലെ ഒരു ഡാഡി, ആ ഡാഡിയുടെ മോന് തൻ്റെ സണ്ണിന് കൊടുക്കുന്ന കുറച്ച് അഡ്വൈസുകളാണ് ഈ പോയം എന്ന് പറയുന്നത്. കുറച്ച് ഉപദേശങ്ങളാണ്. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ തലങ്ങും വിലങ്ങും അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ഈ അഡ്വൈസുകൾ അത്രയില്ലേ, ഹൗ ടു കോൺക്വയർ ദ വേൾഡ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ യുദ്ധം ചെയ്തിട്ടല്ല കോൺക്വർ ചെയ്യുന്നത്, ബൈ ഷോയിങ് യുവർ പേഴ്സണാലിറ്റി, ബൈ ഷോയിങ് ദ ക്വാളിറ്റി ഓഫ് യുവർ ക്യാരക്ടർ. നമ്മുടെ ക്യാരക്ടറിന്റെ, നമ്മുടെ സ്വഭാവ വിശേഷങ്ങൾ വെച്ചുകൊണ്ട് ഹൗ ടു കോൺക്വയർ ദ വേൾഡ് എന്നുള്ളതാണ് നമ്മുടെ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോയം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ നിന്നുള്ള എല്ലാ പോയിന്റ്സും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്നതല്ലേ, അദ്ദേഹം ഇന്ത്യയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. ബിക്കോസ് ഹി വാസ് റേസ്ഡ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന്റെ ഒരുപാട് കാലഘട്ടം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാലം എന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ മൗംഗ്ലി പോലെയുള്ള ജംഗിൾ ബുക്ക് പോലെയുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയത് കേട്ടോ. അപ്പോൾ റുഡ്യാർഡ് കിപ്ലിങ്ങിനെ നിങ്ങൾ വേറെ രീതിയിലും അറിഞ്ഞിട്ട്, മൗംഗ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാലോ. മൗംഗ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ഇദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ്. ഓക്കെ, അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് 1907 അദ്ദേഹത്തിന് ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. If you can keep your head when all about you are losing theirs and blaming it on you. നിങ്ങൾക്കില്ലേ നിങ്ങളുടെ തല ഉയർത്തി പിടിക്കാൻ വേണ്ടി പറ്റും. എപ്പോഴെന്ന് അറിയോ, നിങ്ങൾക്ക് ചുറ്റിലുള്ള ആർക്കും അതിന് പറ്റുന്നില്ല. അറ്റ് ദ സെയിം ടൈം ദേ ആർ ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു. നിങ്ങൾ ആളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് കുറ്റം പറയുന്ന സമയത്തല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ തല ഉയർത്തി പിടിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നത്. If you can trust yourself when all men doubt you, but make allowance for their doubting too. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റുമോ? ട്രസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, അത് സെൽഫ് വർത്ത് ഉള്ള ഒരാൾക്കേ പറ്റുള്ളൂ. സെൽഫ് വർത്ത്, സ്വന്തം വർത്ത് എന്താണെന്നുള്ളത്, നമ്മുടെ വാല്യൂ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്ന ഒരാൾക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ? എപ്പോഴെന്നറിയോ, നിങ്ങൾക്ക് ചുറ്റിലുള്ള എല്ലാവരും നിങ്ങളെ ഡൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കുന്നത്. ബട്ട് മേക്ക് അലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു. പക്ഷെ നിങ്ങൾ അവർ ഡൗട്ട് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ പൊളിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യാൻ വിട്ടോളൂ, അവരവിടെ ഡൗട്ട് ചെയ്തോട്ടെ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ്. നിങ്ങൾക്ക് കാത്തിരിക്കണം. സമയത്തിന്റെ വാല്യൂ പറയുന്നത് കാത്തിരിക്കണം. പക്ഷേ ആ കാത്തിരിപ്പിൽ നിങ്ങൾക്ക് മുഷിയാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ആ കാത്തിരിപ്പിൽ നിങ്ങൾ ടയേർഡ് ആകാതിരിക്കാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ എത്ര ഇഫായടാ? ഒരു ഇഫ്, 2 ഇഫ്, 3 ഇഫായി. സോ ഇവിടെ ഒരു റെപ്പിറ്റേഷൻ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? റെപ്പിറ്റേഷൻ കാണാൻ വേണ്ടി പറ്റുന്നില്ലേ? നോട്ട് ചെയ്ത് വെച്ചോ. ഓർ ബീങ് ലൈഡ് അബൌട്ട്, ഡോണ്ട് ഡീൽ ഇൻ ലൈസ്. നിങ്ങൾക്ക് ചുറ്റിലും ഇല്ലേ ഇങ്ങനെ അസത്യം, നുണകൾ ഇങ്ങനെ പ്രചരിക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ചുറ്റിലും എന്താ പറയാ ലൈസ് മാത്രമാകുന്ന സമയത്തില്ലേ നിങ്ങൾക്ക് ആ നുണകളിൽ, നിങ്ങൾക്ക് ആ അസത്യങ്ങളില്ലേ, നിങ്ങൾക്ക് അതിൽ ഇടപഴകാതിരിക്കാൻ പറ്റുമോ? ഡീൽ ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓർ ബീങ് ഹേറ്റഡ്, ഡോണ്ട് ഗിവ് വേ ടു ഹേറ്റിംഗ്.
നിങ്ങൾ ചിലപ്പോൾ വെറുക്കപ്പെട്ടേക്കാം, പക്ഷെ ആ വെറുപ്പിനെ തിരിച്ചു കാണിക്കാതിരിക്കാൻ പറ്റുമോ? ആ വെറുപ്പിനെ നിങ്ങൾക്ക് അതിനൊരു വഴി കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് കാണിക്കുന്നത്. ആൻഡ് യെറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോർ ടോക്ക് ടു വൈസ് എന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ അത്ര ഒരു നല്ല പിള്ളയായിട്ട് ചമയൊന്നും വേണ്ട, നിങ്ങൾ അത്ര ബുദ്ധിമാനായിട്ട് നടിക്കൊന്നും വേണ്ട എന്നാ പറയുന്നത്. ഓക്കെ, ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ. സ്വപ്നം കാണണം, പക്ഷേ സ്വപ്നങ്ങളല്ല നമ്മുടെ യജമാനൻ എന്ന് പറയുന്നത്, നമ്മുടെ മാസ്റ്റർ എന്ന് പറയുന്നത് സ്വപ്നങ്ങളല്ല. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. എന്താ പേഴ്സോണിഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞുതരാം. പേഴ്സോണിഫിക്കേഷൻ എന്താണെന്ന് അറിയാലോ? പേഴ്സോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ജീവനില്ലാത്ത, പൊതുവെ ജീവനില്ലാത്ത സാധനങ്ങളെ നമ്മളൊരു മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു ക്വാളിറ്റി വെച്ച് പറയുന്നതിനാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മാസ്റ്റർ നമ്മുടെ ഡ്രീംസിന് ഒരു പേഴ്സൺ ആയിട്ടാണ്, ഒരു മാസ്റ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. അവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? വി ക്യാൻ സീ പേഴ്സോണിഫിക്കേഷൻ. ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ, ട്രയംഫ് എന്ന വിജയവും ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ പരാജയം. ഈ രണ്ട് ഇമ്പോസ്റ്റേഴ്സിനെയും, ഇമ്പോസ്റ്റേഴ്സ് എന്ന് വെച്ചാലേ മുഖംമൂടിധാരികളാണ്, മുഖംമൂടിധാരികൾ. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? ഈ രണ്ടുപേരും ഇല്ലേ കള്ളന്മാരാണെന്ന്. ഈ വിജയവും പരാജയവും ഇല്ലേ ചിലപ്പോൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കും. സോ ഭയങ്കര വിജയത്തിന്റെ എപ്പിട്ടമിൽ എത്തുന്ന സമയത്ത്, അതിന്റെ ഒരു സമ്മിറ്റിൽ എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം. സെയിം അപ്ലിക്കബിൾ ടു ഡിസാസ്റ്റേഴ്സ്. നമ്മൾ ഭയങ്കര ഡിസാസ്റ്റേഴ്സ് ആയിട്ട്, ജീവിതം ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും അവിടെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തേക്കാം. സോ അവിടെ രണ്ടുപേരും ഇമ്പോസ്റ്റേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇമ്പോസ്റ്റേഴ്സ് ആണെന്ന് പറയുമ്പോൾ അതിനെ പേഴ്സോണിഫൈ ചെയ്യുന്നില്ലേ? പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. പേഴ്സോണിഫിക്കേഷൻ മാത്രമല്ല, അവിടെ ഒരു മെറ്റഫർ ഉണ്ട്. കാരണം ട്രയംഫും ഡിസാസ്റ്ററും ഇമ്പോസ്റ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ നമുക്ക് മെറ്റഫറും കാണാൻ വേണ്ടി പറ്റും, അവിടെ നമുക്ക് പേഴ്സോണിഫിക്കേഷനും കാണാൻ വേണ്ടി പറ്റും. അപ്പൊ വിജയത്തിനെയും പരാജയത്തിനെയും നമുക്ക് ഒരുപോലെ കാണാൻ വേണ്ടി പറ്റണം. അത് ഇമ്പോസ്റ്റേഴ്സ് ആണ്, അത് ചിലപ്പോൾ നമുക്ക് തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമുക്ക് നയിച്ചേക്കാം എന്നുള്ളൊരു ബോധ്യം, എന്നൊരു അണ്ടർസ്റ്റാൻഡിങ്, എന്നൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി പറ്റുമോ? If you can bear to hear the truth you have spoken, twisted by knaves to make a trap for fools. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സത്യം അത് വളച്ചൊടിക്കുന്നത് ആരാ? വളച്ചൊടിക്കുന്നത് നെയ്വ്സ്. നെയ്വ്സ് എന്ന് വെച്ചാൽ തെമ്മാടികൾ അല്ലെങ്കിൽ സ്കൗണ്ടറൽസിനെയാണ് നമ്മൾ നെയ്വ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സത്യം ഇത്തരം തെമ്മാടികൾ വളച്ചൊടിക്കുന്നത് കേൾക്കാനുള്ള ചങ്കൂറ്റുണ്ടോ നിങ്ങൾക്ക്? അത് കേട്ടിരിക്കാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് എന്നുള്ളതാ ചോദിക്കുന്നത്. ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫൂൾസ്, അത് ആക്ച്വലി എന്താണ്? അത് വിഡ്ഢികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെണിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വിഡ്ഢിയാകാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Or watch the things you gave life to broken and stoop and build them up with worn out tools. നിങ്ങൾ പൊക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൽ നിങ്ങൾ നേടിക്കൂട്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലേ, ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന് പൊളിയുന്നത് കാണാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക്? അത് കാണാൻ വേണ്ടി പറ്റിയിട്ട് മാത്രം കാര്യമില്ല. സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ദം അപ്പ്, അത് നിങ്ങൾക്ക് പണിതുയർത്താൻ വേണ്ടി പറ്റണം. അതൊന്ന് സീറോ നിന്ന് നിങ്ങൾക്ക് പണിതുയർത്താൻ വേണ്ടി പറ്റണം. വിത്ത് വോൺ ഔട്ട് ടൂൾസ്, ക്ഷീണിതമായ ടയേർഡായിട്ടുള്ള, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റിസോഴ്സ് ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ ആ വോൺ ഔട്ട് ആയിട്ടുള്ള ടൂൾസ് നിങ്ങൾക്ക്, വാട്ട് എവർ ദ റിസോഴ്സസ് ദാറ്റ് ലെഫ്റ്റ് വിത്ത് യു, ക്യാൻ യു മേക്ക് എവറിത്തിങ് ഫ്രം ദ സ്റ്റാർട്ടിങ്, എവറിത്തിങ് ഫ്രം ദ ബിഗിനിങ്? അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമ്മുടെ ഇലോൺ മസ്ക് ഇത്രയും പൈസ സമ്പാദിച്ചു കൂട്ടുണ്ടായിരുന്നു, അദ്ദേഹം വേൾഡിലെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹമല്ലേ റിസ്ക് എടുക്കുന്നതിൽ ഒരു ദാക്ഷിണ്യം കാണിച്ചിട്ടില്ല, ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പൈസ ഇൻവെസ്റ്റ് ചെയ്യുമായിരുന്നു അല്ലേ. അദ്ദേഹത്തിന്റെ ടെസ്ല എന്ന് പറയുന്നത് മുങ്ങിപ്പോവാറായിരുന്ന ഒരു കപ്പലായിരുന്നു, അദ്ദേഹത്തിന്റെ സ്പേസ് എക്സ് എന്ന് പറയുന്നത് മുങ്ങിപ്പോവാറായിരുന്ന ഒരു കപ്പലായിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹം ഒരു റിസ്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ വിന്നിങ്സും ഇല്ലേ, അദ്ദേഹത്തിന്റെ എല്ലാ പൈസ അദ്ദേഹം റിസ്ക് ചെയ്തിരുന്നു. എന്തിലെന്നറിയോ? ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ്. പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നതല്ലേ ഇവിടെ സിംബോളിഫൈ ചെയ്തിരിക്കുകയാണ്, ഒരു സിംബോളിസം. എന്തിന്റെ സിംബോളിസം ആണെന്ന് അറിയോ? പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്നത് ഒരു ഗെയിമാണ്. അതിൽ ഒന്നെങ്കിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. അതിന്റെ നടുക്കൊന്നുമില്ല, വിൻ ഓർ ലൂസ്. അങ്ങനെ നിങ്ങൾ രണ്ടും കൽപ്പിച്ചുകൊണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ വിന്നിങ്സിനെയും നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ആൻഡ് ലൂസ്, അതിൽ ചിലപ്പോൾ നിങ്ങൾ തോറ്റുപോയേക്കാം. ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ്.
അതിന്റെ തുടക്കം മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ വിജയിച്ചവരുടെ കഥ മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷെ ഒരുപാട് പേര് ഈ ഒരു ജേർണിയിൽ തോറ്റു പോകുന്നവരുണ്ട്. ആ തോറ്റുപോയാലും നിങ്ങൾ ആ തുടങ്ങിയിടത്തുനിന്ന്, ആ ബിഗിനിങ് നിന്ന്, ആ സ്റ്റാർട്ടിങ് നിന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ തുടങ്ങാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിക്കുന്നത്. ആൻഡ് നെവർ ബ്രീത്ത് എ വേർഡ് അബൌട്ട് യുവർ ലൂസ്. അങ്ങനെ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യണ്ട, വൈൻ ചെയ്യണ്ട എന്നാ പറയുന്നത്. വൈൻ എന്ന് വെച്ചാൽ കുടിക്കുന്ന വൈനല്ല, കംപ്ലൈന്റ് എന്ന് പറയാ. വൈൻ എന്ന് പറയും നമ്മൾ കുട്ടികളൊക്കെ മൂങ്ങൂല വെറുതെ ഇങ്ങനെ, ആടാ എല്ലാം പോടാ വെറുതെ എന്തെങ്കിലും എടാ സുഖാണോ എന്ന് ചോദിച്ചാൽ പോലും ഇങ്ങനെ വെറുതെ വൈൻ ചെയ്യുന്ന ആൾക്കാരാണ്. ലൈഫ് ഫുള്ള് പ്രശ്നങ്ങളാടാ, എന്നും ഇനി പബ്ലിക് എക്സാം വരുന്നുണ്ട്, ഒരു ചാക്കിന് പഠിക്കാനുണ്ട്, ഇങ്ങനെ വെറുതെ വൈൻ ചെയ്യുന്ന മോങ്ങുന്ന ആൾക്കാരില്ലേ. അങ്ങനെ നിങ്ങളെ പരാജയത്തിനെ കുറിച്ച് നിങ്ങൾ മോങ്ങരുതെന്നാ പറഞ്ഞത്. വൈൻ ചെയ്യരുത്, കംപ്ലൈന്റ് ചെയ്യരുത്, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്നാ പറഞ്ഞത്. ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട്, നെർവ് ആൻഡ് സെന്യു ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ. നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിനോടും നെർവിനോടും സെന്യൂനോടും എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിനെ കുറിച്ച് അവർ പറയുന്നത് അറിയോ? ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ആണ്. നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പൾസിവിറ്റിയാണ്. ഇമ്പൾസിവിറ്റി എന്ന് പറഞ്ഞാൽ എടുത്തുചാട്ടമാണ്. സെന്യു എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനോടും നിങ്ങൾക്ക് നിങ്ങളുടെ ഇമ്പൾസിവിറ്റിയോടും പറയാൻ വേണ്ടി പറ്റുമോ? നിങ്ങളുടെ ടേൺ വരുന്നത് വരെ, ചിലപ്പോൾ ആ ടേൺ കടന്നു പോയിട്ടുണ്ടാവും, പക്ഷേ ആ ടേൺ വരുന്നത് വരെ നിങ്ങൾക്ക് കാത്തിരിക്കാൻ വേണ്ടി പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഉള്ളിലുള്ള ഒന്നുമില്ലേ ചിലപ്പോൾ നിങ്ങളോട് ഹോൾഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറയൂല ചിലപ്പം. ആൻഡ് സോ ഹോൾഡ് ഓൺ when there is nothing in you except the will which says to them hold on. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസിനോടും നിങ്ങളുടെ ഇമ്പൾസിവിറ്റിനോടും നിങ്ങളുടെ ബോഡിയോടും ഇല്ലേ, നിങ്ങളുടെ ഉള്ളിലുള്ള ഒന്നും, നിങ്ങളുടെ ചുറ്റിലുള്ള നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ടുക്കളും നിങ്ങളുടെ ബന്ധുക്കളും ആരും ചിലപ്പോൾ നിങ്ങളോട് കാത്തിരിക്കാൻ വേണ്ടി പറയാൻ പറ്റൂല, നിങ്ങളോട് ഹോൾഡ് ഓൺ ചെയ്യാൻ ചിലപ്പോൾ പറയില്ല. പക്ഷെ ആര് പറയും? നിങ്ങളുടെ വിൽ പവർ പറയും. നിങ്ങളോട് കാത്തിരിക്കാൻ. ഇവിടെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ കാണാൻ വേണ്ടി പറ്റൂലടാ. ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഇഫ് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വെർച്യു. ടോക്ക് വിത്ത് ക്രൗഡ്സ്. നിങ്ങൾ സാധാരണക്കാരോട് സംസാരിക്കുമല്ലേ, അവിടെ നിങ്ങളുടെ നന്മ, നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ക്യാരക്ടറിന്റെ ക്വാളിറ്റി, നിങ്ങളുടെ വെർച്യൂസ്, നിങ്ങളുടെ ഗുണങ്ങൾ, അത് നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ വേണ്ടി പറ്റുമോ? ഓർ വാക്ക് വിത്ത് കിങ്സ് നോട്ട് ലൂസ് ദ കോമൺ ടച്ച്. നിങ്ങളുടെ ആ ഒരു എളിമത്വം, നിങ്ങളുടെ ഒരു സാധാരണക്കാരനായിട്ട് തന്നെ നിങ്ങളുടെ ഈ കൊമ്പത്തുള്ള ആൾക്കാരില്ലേ, എലീറ്റ് ക്ലാസ്സിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചതോ. എലീറ്റ് ക്ലാസ് രാജാക്കന്മാരെ മാത്രമല്ല. എലീറ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ വളരെ റിച്ച് ആയിട്ടുള്ള, ചിലപ്പോൾ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള റോൾസ് വഹിക്കുന്ന ആൾക്കാർ, അവരുടെ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കോമൺ ടച്ച് അത് നിങ്ങൾക്ക് അവിടെ കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിക്കുന്നത്. ഇഫ് നെയ്തർ ഫോഴ്സ് നോർ ലവിങ് ഫ്രണ്ട്സ് ക്യാൻ ഹേർട്ട് യു. നിങ്ങളുടെ ശത്രുക്കളും നിങ്ങളുടെ മിത്രങ്ങൾക്കും നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ പറ്റരുത്. ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് നൺ ടു മച്ച്. നിങ്ങളില്ലേ എല്ലാവരും വിശ്വസിക്കണം, പക്ഷേ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോർഗീവിംഗ് മിനിറ്റ് വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ. നിങ്ങൾക്ക് സമയത്തിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ഈ വരി കാണിച്ചു തരുന്നത്. the importance of value, എന്തൊക്കെയാണ് പറയുന്നത്, the importance of time. ആ സമയത്തിന്റെ, അത് കടന്നു പോകുന്ന ഓരോ സെക്കൻഡിന്റെയും വിത്ത് 60 seconds വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ, ആ കടന്നു പോകുന്ന ഓരോ സെക്കൻഡിന്റെയും വാല്യൂ ആണ് പറഞ്ഞത്. ആ വാല്യൂ നിങ്ങൾക്ക്, ആ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ആ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുമോ എന്നുണ്ടെങ്കിലേ, ഇത്രയും ഒരുപാട് ഇഫ് പറഞ്ഞിട്ടില്ലേ നമ്മുടെ പോയിട്ട് പറയാ, യോഴ്സ് ഇസ് ദ എർത്ത് ആൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ്. നിന്റെതാടാ മോനെ ഈ ലോകം എന്ന് പറയുന്നത്. അത് നിങ്ങൾ യുദ്ധം ചെയ്തിട്ടല്ല നമ്മൾ കോൺക്വർ ചെയ്തിട്ടുള്ളത്. യു ഹാവ് കോൺക്വേർഡ് ഇറ്റ് വിത്ത് യുവർ ക്വാളിറ്റി ഓഫ് യുവർ ക്യാരക്ടർ ആൻഡ് യുവർ പേഴ്സണാലിറ്റി. നമ്മൾ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്നതാണ്. ഈ പേഴ്സണാലിറ്റിയിൽ വരേണ്ട ക്വാളിറ്റീസ് ആണ് നമ്മുടെ ഈ ഡാഡി തന്റെ മകനോട് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഈസ് മോർ, യുൽ ബി എ മാൻ മൈ സൺ. അതിലെല്ലാം ഉപരിയായിട്ടല്ല, മോർ ഓവർ യുൽ ബി എ മാൻ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്രിസിയേഷൻ നോട്ട് പ്രതീക്ഷിക്കാം. അപ്രിസിയേഷൻ നോട്ട് ചിലപ്പോൾ നമ്മൾ വേറെ ഒരു പഠിക്കാത്തൊരു പോയിന്റ് തന്നിട്ട് അതിനോട് കമ്പയർ ചെയ്യാനും ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, നമുക്കിവിടെ അപ്രിസിയേഷൻ നോട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. സോ അപ്രിസിയേഷൻ നോട്ട് നമ്മൾ 10ാം ക്ലാസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചും കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് എങ്ങനെ ഒരു അപ്രിസിയേഷൻ നോട്ട് എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. സോ സ്ട്രക്ചറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേ, തുടക്കത്തിൽ നമുക്ക് വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒന്നുമില്ല. അതായത് ഇങ്ങനെ എഴുതണം, നമ്മൾ ലെറ്റർ എഴുതുന്ന പോലെയോ, നമ്മൾ ഡയറി എഴുതുന്ന പോലെയോ, നമ്മളൊരു നോട്ടീസ് എഴുതുന്ന പോലെയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ അതിൽ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെങ്കിലും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതില്ലേ, നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആണ്, ഒരു പാരഗ്രാഫ് നമ്മൾ ഇൻട്രൊഡക്ഷനിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മൾ വളരെ ബ്രീഫായിട്ട് പോയത്തിന്റെ ടൈറ്റിൽ, പോയറ്റിന്റെ പേര്. സോ പോയറ്റിന്റെ ഇഫ് റെലവന്റ് ഒന്നും പറയണ്ട കേട്ടോ, റെലവന്റ് ആണ്.
പോയറ്റിന്റെ പേരും പോയത്തിന്റെ പേരും പറയണം. ഇനി പോയറ്റിന് നമ്മൾ മെൻഷൻ ചെയ്യുന്ന സമയത്തല്ലേ നമുക്ക് അദ്ദേഹത്തിന്റെ നാഷണാലിറ്റി അറിയാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അദ്ദേഹം എന്ത് തരത്തിലുള്ള ഒരു പോയറ്റ് ആണ് നമുക്ക് അറിയാമെങ്കിൽ നല്ലതാണ്. അദ്ദേഹം നൊബേൽ പ്രൈസ് വിന്നർ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നല്ലതാണ്. സോ പോയറ്റിനെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അദ്ദേഹത്തിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടി നോക്കുക. സോ ബ്രീഫ്ലി മെൻഷൻ ദ സെൻട്രൽ തീം. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒറ്റ വാക്കല്ല, ഒരു ഒറ്റ സെന്റൻസില്ലേ ഈ പോയം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സോ എ ഫാദർ ഈസ് ഗിവിംഗ് അഡ്വൈസസ് to his son how to conquer the world with his personality and with the quality of his character. ഇതല്ലേ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർ തന്റെ മകനോട് പറയുന്നത്. സോ ഇങ്ങനെ സെൻട്രൽ തീം ഒരു ഒറ്റ സെന്റൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. മൂന്നാമതായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത് ഇത് എന്തൊരു തരം പോയാണെന്നല്ലേ, ഇതിന്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന്, ഇത് വളരെ പവർഫുൾ ആണോ, ഇത് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആണോ, മൂവിംഗ് ആണോ, സെന്റിമെന്റൽ ആണോ, ഇമോഷണലി പ്രൊവോക്കിംഗ് ആണോ, സോ ഇമോഷണലി ഡ്രിവൻ ആണോ, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. നമ്മുടെ പോയം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് അല്ലെ, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ്, ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പോയമാണ്. ഇതൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പോയത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അതിന്റെ അനാലിസിസ് ആണ്. സോ ആക്ച്വലി ഇല്ലേ നമ്മളൊരു അപ്രിസിയേഷൻ നോട്ട് എഴുതുക എന്ന് പറയുന്നത് അതിന് ആക്ച്വലി പറയുന്നത് ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. അതിനെയാണ് നമ്മൾ അപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോ ക്രിട്ടിക്കൽ അനാലിസിസ് ഇല്ലാതെ എങ്ങനെ ശരിയാവുക? സോ അനാലിസിസിൽ നമ്മൾ കൊടുക്കേണ്ട സാധനമാണ് തീം ആൻഡ് ഐഡിയാസ്. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഒരു ക്യാരക്ടറിന്റെ ക്വാളിറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മാത്രമല്ല, അതിൽ ഒരുപാട് ഐഡിയാസ് പറയുന്നുണ്ട്. നമ്മുടെ കോമൺ ടച്ച്, നമ്മൾ സാധാരണക്കാരനോട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വേർച്യു നഷ്ടപ്പെടാതെ നോക്കണം എന്ന് പറയുന്നുണ്ട്. സമയത്തിന്റെ വാല്യൂവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. നമ്മുടെ അഭിമാനം കാക്കുന്നതിനെ കുറിച്ച് നമ്മുടെ പറയുന്നുണ്ട്. സ്വയമേയുള്ള വിശ്വാസം ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സമയത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐഡിയാസ് പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ അനാലിസിസ്. അതിന്റെ രണ്ടാമത്തെ ഒരു പാരഗ്രാഫിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം. അതിന്റെ ലാംഗ്വേജിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. എന്തൊരു തരം ഇവിടെ നമ്മുടെ ഇഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സ്റ്റൈല് അത് ക്വാട്രെയിൻസിലാണോ കൊടുത്തിരിക്കുന്നത്, ഒക്ടേവിലാണോ? പേര് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ക്വാട്രെയിൻസ് എന്ന് വെച്ചാൽ നമ്മുടെ 4 വരികൾ കൊടുക്കുന്ന സ്റ്റാൻസിനാണ് നമ്മൾ ക്വാട്രെയിൻസ് എന്ന് പറയുന്നത്. ഒക്ടേവ് എന്ന് പറയുന്നത് 8 വരിയുള്ളതിനെയാണ് നമ്മൾ ഒക്ടേവ് എന്ന് പറയുന്നത്. ഇനി അതിൽ യൂസ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസുകളാണ് ഏറ്റവും അവസാനമായിട്ട് വേണ്ടത്. അവസാനമായിട്ട് അനാലിസിസിൽ വരേണ്ടത്. പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ റെസ്പോൺസ്, 1 2 വരിയാണ്. ഒരു വരിയായാലും അത് അടിപൊളിയായിരിക്കും. നമുക്ക് ഈ കവിത വായിച്ചപ്പോൾ നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഇറ്റ് അട്ടർലി മൂവ്ഡ് മീ. ഇറ്റ് ഗേവ് മീ സോ മെനി ഇൻസൈറ്റ്സ് അബൌട്ട് ഹൗ ടു ലിവ് our life to the fullest. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇത് തരുന്നുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് നമ്മുടെ റെസ്പോൺസ് അത് 1 2 വരിയിൽ കൊടുക്കുക. ഇനി ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു 1 2 വരിയിൽ കൺക്ലൂഡ് ചെയ്യുക. ആര് കൊണ്ടുപോലാടാ നമ്മുടെ അപ്രിസിയേഷൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പോയിന്റിന്റെ പേര് ഞാൻ കൊടുക്കാൻ വിട്ടുപോയതാണ്, എന്നോട് ക്ഷമിക്കടാ. സോ ഇവിടെ ഹൗ ടു ലിവ് എ വെർച്വസ് ആൻഡ് ബാലൻസ് ലൈഫ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ പോയിന്റ് സംസാരിക്കുന്നത്. ഇതിൽ പിന്നെ ഐഡിയാസ് പറയുന്നുണ്ട്. പിന്നെ ഐഡിയാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലുള്ള മെയിൻ തീമുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജിനെ കുറിച്ച്, അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് റിതം അത് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ റൈമിങ് സ്കീം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കവിതയുടെ ടോൺ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ കൺക്ലൂഷനും ഞാൻ പറയുന്നുണ്ട്. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കൺക്ലൂഷനും പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാനിവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോയത്തിൽ മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പോയത്തിനെ കുറച്ചുകൂടി ഇൻഡെപ്തിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുകൂടെ ഞാൻ അതിൽ പറയുന്നുണ്ട്. സോ എവിടം വരെയായി? ഒന്നാമത്തെ യൂണിറ്റിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ 4 ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ 4 ചാപ്റ്റർ സംസാരിച്ചത്. ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർകമ്മിങ് ഫിയർ ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിലി when it comes to your success. ഇതിനെ കുറിച്ചാണ്, ഈ 2 തീമിനെ കുറിച്ചാണ് നമ്മുടെ ഒന്നാമത്തെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞുള്ള ലയം ഓഫ് ലാഹട്ടിയുടെ ഷോർട്ട് സ്റ്റോറി സംസാരിക്കുന്നത്. Then we moved on to I Will Fly, written by or orated by our former president Dr. APJ Abdul Kalam. It talks about the importance of being unique and the importance of the important role of creating a fortress nation and the importance of young generation. ആ യങ് ജനറേഷൻ്റെ റോൾ എന്താണെന്നുള്ളത് കാണിച്ചിരുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു ആ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ തേർഡ് ചാപ്റ്റർ ടോക്സ് അബൌട്ട് സ്റ്റീഫൻ ഹോക്കിംഗ് ആൻഡ് പെർസീവറൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹൗ ഹി ഹാസ് ബിക്കം ദ സൂപ്പർ നോവ ഓഫ് ഫിസിക്സ്. എങ്ങനെ അദ്ദേഹം ഒരു സൂപ്പർ നോവ ആയിട്ട് മാറി എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ ചാപ്റ്റർ ഇഫ് എന്ന് പറയുന്നത്, എ ഫാദർ ഈസ് ഗിവിംഗ് അഡ്വൈസസ് ടു ഹിസ് സൺ
how to become a person of quality, a person of wisdom, a person of how to, in general, how to conquer the world with your personality and the quality of your character എന്നുള്ളത് പറഞ്ഞു തരുന്ന, എന്ന് കാണിച്ചു തരുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ഇഫ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള 4 ചാപ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ സാർ ഒരു ഹായ് തരുമോ? ഹായ്. ഔ എന്നുള്ളത് മാത്രമേ നിന്റെ പേരായിട്ട് കാണുന്നുള്ളൂ, പക്ഷേ നിനക്കൊരു ഹായ് തരാം ഞാൻ. ഓക്കെ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ആ മിസ് അടുത്ത ചാപ്റ്റർ എടുത്ത് തരുന്നതായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഒന്നുകൂടെ വരും. പിന്നെ നമുക്ക് യൂണിറ്റുകളായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തിട്ട് ഇതിന്റെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞല്ലോ. ഇതിൽ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അത് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. എന്ത് ചെയ്യാമെന്ന് അറിയാം? ആ ക്വസ്റ്റ്യൻസ് എടുക്കാം. ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടല്ലേ ഞാൻ ഈ ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ചില സമയത്ത് നമുക്ക് ആ ഡിസ്കോഴ്സ് അതിന്റെ ഫോർമാറ്റ് അറിയാത്ത പ്രശ്നം ഉണ്ടാവും. സോ ഡിസ്കോഴ്സുകൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഡിസ്കോഴ്സുകൾ എങ്ങനെയാണ് ഒരു കണ്ടന്റിന് നമുക്കൊരു ഡിസ്കോഴ്സ് എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ സ്പീച്ച് നോക്കി, ഇന്ന് നമ്മൾ റൈറ്റപ്പ് നോക്കി, ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ നോക്കി, ഇന്ന് നമ്മൾ ഇമെയിൽ നോക്കി, സോ ഇന്ന് നമ്മൾ അപ്രീസിയേഷൻ നോക്കി, ഇന്ന് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് നോക്കി. സോ ഒരു 6-7 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 6-7 ഡിസ്കോഴ്സുകൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ധനശ്രീ, ഹായ് ധനശ്രീ. ഓക്കെ ഓക്കെ സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആണ് എന്നുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. സോ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ വീഡിയോയുടെ ഈ ലൈവ് ഇവിടെ തീരെയാണ്, അങ്ങോട്ട് എണീച്ച് പോകരുത്. ഇതിന്റെ താഴെ നിങ്ങൾ ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമാണ്, ഇനി എവിടെയൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ കുറച്ച് കോൺഫിഡൻസ് കുറവുള്ളത്, അതാണ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ കവറപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരുപാട് ചാലഞ്ചുകൾ നമുക്കുണ്ട്. ചിലർക്ക് റൈറ്റിംഗ് ആണ് വളരെ പ്രശ്നമുള്ളത്, ചിലർക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ചിലർക്ക് ഇപ്പോഴും ഗ്രാമറാണ് പ്രശ്നം. സോ എന്താണ് നിങ്ങളുടെ ചാലഞ്ച് എന്നുള്ളതും ഈ വീഡിയോയുടെ ഈ ഒരു ലൈവിൻ്റെ ഒരു ഫീഡ്ബാക്കും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നിങ്ങൾ നമ്മുടെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ നിങ്ങൾ അനാവശ്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു സമയത്തല്ലേ നമ്മൾ പരമാവധി നമ്മൾ സ്ട്രെസ്ഫുൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു വലിയ ടാസ്ക്കാണ്. എന്തൊക്കെ പറഞ്ഞാൽ നമ്മളൊരു വലിയ ടാസ്ക്കാണ്, ഒരു വലിയ പർവ്വതം തന്നെയാണ് നമ്മൾ നേരിടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു നല്ല ടാക്ടിക്ക്, ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നല്ലേ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്തതല്ലേ. ഒരു മലയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാലേ ആ മലയെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് യൂണിറ്റ് വൈസ് ആയിട്ടാണ്. സോ ഇന്ന് നിങ്ങൾ എടുത്തത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. കാരണം ഇംഗ്ലീഷ് പോലെയുള്ള അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എനി ലാംഗ്വേജ് സബ്ജക്ട് നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും പൊടി തട്ടിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ബി വെരി പ്രാക്ടിക്കൽ. ഞാൻ ആ ദിവസം ചിലപ്പോൾ വെച്ച് കാച്ചിട്ടുണ്ടാവും, ഇതുവരെ ഒന്നും പഠിക്കാത്ത ആളെ ഞാൻ നാളെ എ+ വാങ്ങിച്ചിരുന്നൊക്കെ നടക്കുന്ന കാര്യമല്ല. അത് വളരെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുള്ള ഒരു പൊസിഷനിൽ കുറച്ചും കൂടെ ഒന്ന് ഹൈറ്റൻഡ് ആക്കി തരാമെന്നല്ലാതെ ഒരു പരിധിയുണ്ട്. കാരണം നിങ്ങളൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആണ് എഴുതാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു ഫിസിക്സോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ ബയോളജിയോ പോലുള്ള ഒരൊറ്റ വേർഡിലോ ഒരൊറ്റ ഫോർമുലേഷനോ ഒരൊറ്റ ഇക്വേഷനോ അല്ല നമ്മൾ എഴുതുന്നത്. നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൃത്യമായിട്ടുള്ള ബോധ്യം വേണം. സോ ആ ബോധ്യം ഇന്ന് കുറച്ചെങ്കിലും ഇനി കൊണ്ടുതരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.